വളരെ ആത്മസാന്നിധ്യം നാം അനുഭവിക്കുകയാണ്. അത് നാം ആസ്വദിക്കുകയാണ്. ദൈവസാന്നിധ്യം നാം ആസ്വദിക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നല്ല തീമാണ്. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പറയുന്നു, ഹല്ലേലൂയ, ആ ചിന്തകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി. ഞാനും തുടർ ചിന്തകളിലേക്ക് പോകുന്നു. ആവർത്തനങ്ങളുണ്ടാകാം. ഇതെല്ലാം വചനമായതുകൊണ്ട് മാറ്റി എഴുതാൻ പറ്റത്തില്ലല്ലോ. വചനം മാറ്റി എഴുതാൻ മാറ്റി പറയാൻ പറ്റാത്തത് കൊണ്ട് ആവർത്തനങ്ങളുണ്ടായേക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. 3 ചിന്തകളാണ് 3 സെഷനായിട്ട് ഞാൻ ഈ എബ്രായ ലേഖനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നാളെ പകൽക്കാലം കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തിയ ഒരു ചിന്തയായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവദാസൻ വായിച്ചതാണ് 1ാമത്തെ ചിന്ത. അതാണ് നിങ്ങളുടെ തീം. അല്ലേ, നമ്മുടെ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. ഈ കോൺഫറൻസ് വിട്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഒരാവേശം നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. യേശുവിനെ നോക്കുക എന്ന് പറയുമ്പോഴല്ല ഒരു പ്രാവശ്യം നോക്കിയിട്ട് കണ്ണെടുക്കുകയല്ല. ഇറ്റ് ഷുഡ് മേക്ക് എ കണ്ടിന്യൂവൽ പ്രാക്ടീസ് ഇൻ യുവർ ലൈഫ്. ഐ വിൽ നെവർ ടേൺ അവേ മൈ ഐസ് ഫ്രം ദ ലോർഡ്. ഇനി ഒരിക്കലും ഞാൻ യേശുവിൽ നിന്ന് കണ്ണെടുക്കത്തില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തണം. ആവശ്യം വരുമ്പോൾ നിലവിളിക്കുന്ന ഒരു നോട്ടം കൊണ്ടാണെങ്കിൽ കോൺഫറൻസ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള ശ്രദ്ധയല്ല, യേശുവിൽ മാത്രം. എനിക്കെതിരെ നീ ആയുസ് മുഴുവൻ യേശുവിൽ മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് നാം കടന്നു വരികയാണ്, തീരുമാനത്തിലേക്ക് കടന്നു വരിക. അതാണ് ഇവിടെ 3-ന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയെയും യേശുവിൻ്റെ ജീവിതത്തെയും നോക്കി പഠിക്കണം. അത് നാം നാളെ കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ നാളെ അതായിരിക്കും നാം ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി മറ്റൊരു വാക്യമുണ്ട്, 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമുണ്ട്. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. 3 വാക്യങ്ങളാണ് യേശുവിനെ നോക്കുവാൻ. 2 വാക്യങ്ങളിലൂടെ ആവർത്തിച്ചു. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് യേശു എത്ര മഹാനാണെന്ന് നോക്കണം. അവൻ്റെ മഹത്വം, അവൻ്റെ വലുപ്പം അറിഞ്ഞെങ്കിൽ മാത്രമേ അവനെ വിട്ടുമാറാതെ നമ്മൾ പോകത്തുള്ളൂ. സ്തോത്രം. 3-മതൊരു ചിന്തയുണ്ട്. അത് പാട്ടുപാടി ദൈവദാസനും പ്രസംഗിച്ച ദൈവദാസന്മാരും എല്ലാം ഓർപ്പിച്ചു. അത് ഒടുവിൽ നമുക്ക് കർത്താവിൻ്റെ ഹിതപ്രകാരം ചിന്തിക്കാം. 12-ാം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിനും വിശ്വാസത്തിൻ്റെ ഓട്ടം തികയ്ക്കുവാനും വിശ്വാസത്യാഗം സംഭവിക്കുന്ന ലോകത്തിൽ വിശ്വാസത്യാഗരഹിതരായി ജീവിപ്പാൻ യേശുവിനെ നോക്കണം. എബ്രായർ 12:2. അത് നാം പിന്നീട് ചിന്തിക്കുന്നതായിരുന്നു. ഇവിടെ ഇന്ന് രാത്രി നാം ഇതിൻ്റെ ഞാൻ പറഞ്ഞ എബ്രായർ 7-ന്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു പോകുന്നത്. എബ്രായ വിശ്വാസികൾക്കാണ് ഈ ലേഖനം എഴുതുന്നത്. ഒരു പ്രാരംഭ മുഖവര ചില മിനിറ്റ് കൊണ്ട് ഓർപ്പിച്ച് ദൈവദാസൻ തുടങ്ങി വെച്ചെങ്കിലും എബ്രായ വിശ്വാസികൾ എബ്രായ പാരമ്പര്യത്തിൽ നിന്ന്, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് കാണാനും കേൾക്കാനും രുചിക്കാനും മണക്കാനും ചെയ്യാനും കൊള്ളാനും കൊടുക്കാനും ഒക്കെയുള്ള വലിയ ഒരു പാരമ്പര്യ പൈതൃകത്തിൽ നിന്നാണ് ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്. ക്രിസ്തു മതം എന്ന് പറയുന്നതിനേക്കാൾ ക്രിസ്തു മാർഗം എന്ന് പറയുന്നതാണ് അല്പം കൂടെ ശരിയായ പ്രയോഗം. ക്രിസ്തു മതം മനുഷ്യനുണ്ടാക്കിയതാണ്. ക്രിസ്തു മാർഗമാണ് അന്നും ഇന്നും നിലനിൽക്കുന്ന ജീവനുള്ള ചലിക്കുന്ന പുതുവഴിയായ ദ പീപ്പിൾ ഓഫ് ദ വേ എന്നാണ് 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്തിരുന്നത്. ഈ മാർഗ്ഗക്കാർ, ക്രിസ്തു എന്ന ഏക മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവർ, അതിൻ്റെ വക്താക്കളാണ് നാം ഓരോരുത്തരും. നമുക്ക് പല ടൈറ്റിൽ, അസംബ്ലീസ് ഓഫ് ഗോഡ്, IPC, ഷാരോൻ എന്ന മറ്റുള്ള പല പേരുകളും നമുക്ക് കണ്ടേക്കാം. പക്ഷേ നാം എല്ലാം ഏക മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവരാണ്. വേറെ ഒരു വഴി നമുക്കില്ല. ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, യേശു എന്ന ഏക വഴി. അങ്ങനെ ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വന്നവർക്ക് ആരംഭകാലങ്ങളിൽ ആവേശത്തിൻ്റെ കാലഘട്ടമായിരുന്നു. എന്നാൽ പീഡകളും പ്രതികൂലങ്ങളും കടന്നു വന്നപ്പോൾ അവരുടെ മനസ്സ് മടുക്കാൻ തുടങ്ങി. മനസ്സ് മടുക്കുന്നവരെ ആത്മീയ വിശ്വാസത്തിലേക്ക് ദൈവദാസൻ ഉറപ്പിച്ച കണക്ക് ക്രിസ്തുവിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുവാൻ, ചെതറിപ്പോയ ചിന്തകളെ ക്രോഡീകരിച്ചിട്ട് ക്രിസ്തു എന്ന ഏക പുരുഷനിലേക്ക്, ക്രിസ്തുവിലേക്ക്, വിശ്വാസത്തിൻ്റെ ഉറപ്പിലേക്ക് കൊണ്ടുവരുവാനാണ് ഈ ലേഖനം എഴുതുന്നത്. പൗലോസ് അല്ല എഴുതിയതെന്ന് പറയുന്നവരുണ്ട്. ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ. തൽക്കാലം പൗലോസ് എന്നൊരു വിശ്വാസത്തിലാണ് നാം ഈ ചിന്തകളെ കൊണ്ടുപോകുന്നത്. പ്രധാനമായും 4 പിന്മാറ്റങ്ങളാണ് എബ്രായ വിശ്വാസികൾ ഉണ്ടായത്. 4 പ്രധാന പിന്മാറ്റങ്ങൾ, 6 ഉണ്ട് എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ. എന്നാൽ പ്രധാനമായും 4 ചിന്തകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന്, എൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. എബ്രായ വിശ്വാസികൾ വചനത്തിൽ നിന്ന് ഒഴുകിപ്പോകാൻ തുടങ്ങി. 2-ന്റെ 1-ാം വാക്യത്തിൽ, എബ്രായ 2-ന്റെ 1-ൽ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. സോ ദേ ബിഗാൻ ടു ഡ്രിഫ്റ്റ് അവേ ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ നിന്ന് ഒഴുകിപ്പോകാൻ തുടങ്ങി. അർത്ഥം, ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിലും
ദൈവവചനം സ്ഥിരമായുള്ള വചനമാണ്. ആ വചനത്തോട് അകലം കൂടി വചനത്തിന് അവർ വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. രാവിലെ ഞാൻ ഓർപ്പിച്ച കണക്ക് ദൈവവചനത്തെ ആലിംഗനം ചെയ്യേണ്ടവർ, ദൈവവചനത്തെ ആസ്വദിക്കേണ്ടവർ, ദൈവവചനത്തെ കൈക്കൊള്ളേണ്ടവർ, ദൈവവചനം പ്രഖ്യാപിക്കേണ്ടവർ ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി. അല്ലാതെ എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. ഇന്നത്തെയും ആത്മീയ ലോകത്തിൻ്റെ അപജയങ്ങൾ, സ്പിരിച്വൽ ഡിപ്രാവിറ്റി എന്ന് പറയുന്ന ആത്മീയ അധപ്പതനത്തിൻ്റെ കാരണം ദൈവവചനത്തിൽ നിന്ന് ദൈവസഭ ഘാതം അകന്നു പോയിരിക്കുകയാണ്. നമുക്ക് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രസംഗമുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊരു പ്രോഗ്രാമായിട്ട് മാറ്റുകയല്ല, ദൈവവചനത്തോട് നാം അടുക്കേണ്ട കാലഘട്ടമാണ്. പുൽപ്പിറ്റീന്ന് കേൾക്കുന്നതാണ് സന്ദേശം എന്ന ഒരു ലിമിറ്റഡ് അവസ്ഥയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. സ്വയമായി ദൈവവചനത്തെ ആലിംഗനം ചെയ്യുവാൻ എത്ര പേര് തയ്യാറാകും? പണ്ട് കാലത്തൊക്കെ ചോദിക്കുമായിരുന്നു, എത്ര പേര് ബൈബിൾ വായിച്ചു? ഇതൊന്നും ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊന്നുമല്ല ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനം നട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ അറിയണം. ദൈവവചനം എത്ര വാക്യം കാണാതെ അറിയാമെന്നോ, എത്ര ക്വിസിന് ജയിച്ചെന്നോ, എത്ര പാട്ട് പാടിയെന്നല്ല ഇന്ന് രാത്രി ചോദിക്കുന്നത്. അല്ലെങ്കിൽ ദൈവവചനം ആഴത്തിൽ വേരിറങ്ങിയിട്ടുണ്ടോ? ആർക്കും ഇളക്കി മാറ്റുവാൻ കഴിയാത്ത ഒരു ആത്മീയ ജീവിതത്തിന് ഞാൻ ഉടമസ്ഥനാണെന്ന് അറിയുന്നതിൻ്റെ തെളിവെന്ന് പറയുന്നത് ഉൾനട്ട വചനമാണ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനം സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഇവരും ഒഴുകിപ്പോകാൻ തുടങ്ങി. യേശുവിൻ്റെ ഉപമയിലൊക്കെ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഹല്ലേലൂയ. വചനം കേൾക്കുന്നുണ്ടെങ്കിലും അത് വഴിയരികിൽ വീണ വിത്ത് പോലെയാണ്. ഉപമകളുടെ വ്യാഖ്യാനമല്ല. ചിലത് പാറപ്പുറത്ത് വീഴുന്ന പോലാണ്. കേൾക്കുന്നുണ്ട്, കൈയടിക്കുന്നു, ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം പറയുന്നു. ചർച്ചിൻ്റെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഹല്ലേലൂയ അതിന് വേരില്ലാത്ത കൊണ്ട് ഉണങ്ങിപ്പോകുന്നു. ചിലത് ഈ ലോകത്തിൻ്റെ ചിന്തകളും സാമ്പത്തിക നന്മകളുടെയും പെരുപ്പം നിമിത്തം, ആർജവം നിമിത്തം ഹല്ലേലൂയ മുള്ളു ഞെരുക്കിക്കളയുന്ന പോലെ വചനത്തിന് വളരുവാൻ ഇട കൊടുക്കുന്നില്ല. ചിലത് നല്ല നിലത്ത് വീഴുന്നു. അതാണ് പ്രയോജനപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചിലത് നല്ല നിലത്ത് വീണു. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാം വീണിരുന്നുവെങ്കിലോ, ചിലതിന് ഇത്രയും ഗുണമുണ്ടായെങ്കിൽ എല്ലാം വീണിരുന്നുവെങ്കിലോ. സ്തോത്രം. ഹല്ലേലൂയ. വല്ലപ്പോഴും വീണ് കിട്ടിയ ചില വചനങ്ങൾക്ക് 30, 60, 100 മേനി ഫലം വിളവ് കൊടുത്തുവെങ്കിൽ കാക്ക കൊത്തിക്കൊണ്ടുപോയതും പാറയിൽ കരിഞ്ഞുപോയതും മുള്ളിനിടയിൽ ഞെരുങ്ങിപ്പോയ വചനത്തിൻ്റെ ഫലവും കൂടെ ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നിന്ന് രാത്രി ഓർക്കണം. നഷ്ടമാക്കി കളഞ്ഞ പാഴായിപ്പോയ ദിവസങ്ങളെ, മാസങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി വിലപിച്ച് ദൈവവചനത്തിലേക്ക് ദൈവസഭ മടങ്ങി വരണം. ഹല്ലേലൂയ. അതൊരു വലിയൊരു ആത്മീയ സന്ദേശമാണ് ദൈവമക്കളെ. റിട്ടേൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ശ്രദ്ധ പതറിപ്പോകാതിരിക്കാൻ ഉത്സാഹിക്കണം. ശ്രദ്ധ പതറിപ്പോകാതിരിക്കാൻ ഉത്സാഹം. ഐ എം നോട്ട് ഓൺലി ടോക്കിംഗ് അബൌട്ട് വെൻ ഐ എം പ്രീച്ചിങ് ഓർ ദ സെർവൻറ്റ് ഓഫ് ഗോഡ് ഈസ് പ്രീച്ചിങ്, യു നീഡ് ടു ബി വെൽ അറ്റൻറ്റീവ്. അതിനെ മാത്രമല്ല പറയുന്നത്, ദൈവവചനത്തിന് നിങ്ങൾ സംരക്ഷണം കൊടുക്കണം. തെറ്റിദ്ധരിക്കരുത്. വചനം ഹല്ലേലൂയ ചിതറിപ്പോകാതെ സൂക്ഷിക്കണം. ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാം. ഹല്ലേലൂയ. നമ്മൾ പഴയ കാലത്തൊക്കെ നാട്ടിലൊക്കെ കൊച്ചു കൊച്ചു തൈകൾ, വൃക്ഷങ്ങളൊക്കെ വെക്കാറുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്നവരാണെങ്കിൽ അല്പമെങ്കിലും നാട്ടിലെ പാരമ്പര്യമൊക്കെ ഉണ്ട്. ഒരു മാവിൻ്റെ തയ്യോ, ഒരു തെങ്ങിൻ്റെ തയ്യോ, ഒരു പ്ലാവിൻ്റെ തയ്യോ ഒക്കെ വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ, ചുറ്റും ഒരു വേലി കെട്ടും. എന്തിനാണ് വേലി കെട്ടുന്നത്? കാറ്റ് കൊള്ളാതിരിക്കാനാണോ? എന്തിനാണ് വേലി കെട്ടുന്നത്? പശു തിന്നാതിരിക്കാൻ, ആട് തിന്നാതിരിക്കാൻ, കാള വന്നിൻ്റെ നാമ്പ് കാരണം തിന്നാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു 10 വർഷം കഴിഞ്ഞാലോ ഈ പശുവിനെ പിടിച്ച് തെങ്ങേ കെട്ടും. ഇതേ പശുവിനെ പിടിച്ച് തെങ്ങയിൽ കെട്ടും. കാരണം എന്താ? ഹല്ലേലൂയ. വളരുമ്പോൾ ഹല്ലേലൂയ ശ്രദ്ധ പതറിപ്പോകാതെ സൂക്ഷിച്ചാൽ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഇന്നലത്തെ ഭയമൊക്കെ മാറിയതിൻ്റെ കാരണം വചനത്തിന് വളരാനുള്ള ഇടം നാം കൊടുത്തത് കൊണ്ടാണ്. അകത്ത് വചനം വളരുവാൻ അവസരം കൊടുക്കണം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം ഹല്ലേലൂയ ഇത് പറന്നു പോകുവാൻ സമ്മതിക്കാതെ വചനം സൂക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ജീവിതം കൊണ്ടാണ് വചനം സൂക്ഷിക്കേണ്ടത്. ഒഴുകിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കണം വചനം ജീവിതത്തിൽ നിന്ന്. ഈ ദിവസങ്ങൾ കേൾക്കുന്ന ദൈവവചനങ്ങൾ ഹൃദയത്തിനകത്ത് മാംസപ്പലകയിൽ അത് കയറിക്കഴിഞ്ഞാൽ ആയുസ് പര്യന്തം അതിനെ സംരക്ഷിച്ചു കൊള്ളണം. വായിക്കുന്ന ഓരോ വചനം, മേ ബി എ സിംഗിൾ അല്ല, ഒരു വാക്യമായിരിക്കാം, ഒരു അധ്യായമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാചകമായിരിക്കാം, അത് ഹൃദയത്തിനകത്ത് വളരാനുള്ള വെള്ളവും വളവും നിങ്ങൾ കൊടുക്കണം. ഈ എബ്രായ വിശ്വാസികൾക്ക് സംഭവിച്ചത് വചനം ഒഴുകിപ്പോകുന്നു, കേൾക്കുന്നു, ഒഴുകിപ്പോകുന്നു. ഒരാഴ്ചയിൽ എത്ര പ്രസംഗമാണ് നമ്മൾ കേൾക്കുന്നത്? പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സഭായത്തിനൊരു പ്രസംഗമായിരുന്നു. ഇപ്പോഴോ ഹല്ലേലൂയ യൂട്യൂബിൻ്റെ കാലഘട്ടം വന്ന ഒരു കാലഘട്ടം. അതിനകത്ത് എവിടെ തുറന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ കാലഘട്ടമല്ലേ. ചിലവർക്ക് വർഷിപ്പ് എന്ന് കേൾക്കുന്ന അലർജി ആയതുകൊണ്ട് സ്ക്രോൾ ചെയ്തങ്ങ് വിടും. പിന്നെ പ്രസംഗത്തിൻ്റെ സമയത്തെ കേൾക്കത്തുള്ളൂ. ചിലർക്ക് വർഷിപ്പ് മാത്രമാണ് ഇഷ്ടം, ചിലർക്ക് പ്രാർത്ഥന ഇഷ്ടം. അത് നിങ്ങൾക്ക് ഇപ്പം നമുക്ക് ചോയ്സ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എത്ര നിങ്ങൾ ഇനി ആലോചിച്ച് നോക്കിയാട്ട് സൺഡേ തൊട്ട് സാറ്റർഡേ വരെ നിങ്ങൾ എത്ര പ്രസംഗം കേൾക്കാറുണ്ട്? കാറിൽ പോകുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ, നടക്കുമ്പോൾ. ഇസ്രായേൽ മക്കളെക്കാട്ടി കൂടുതലാണ് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എന്താണ് പ്രസംഗം. കുക്ക് ചെയ്യുമ്പോൾ, പച്ചക്കറി അരിയുമ്പോൾ എല്ലാം പ്രസംഗം
കേൾക്കുകയാണ്. പക്ഷേ ബിനോയ് ബ്രദറെ വല്ല അകത്തോട്ട് പോകുന്നുണ്ട് ദൈവദാസനെ? ഒന്നും പോകുന്നില്ല അകത്തോട്ട്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഉള്ളിലോട്ട് ഇത് കയറിയിട്ട് അവിടെ അതിനൊരു ഉറപ്പായ സാന്നിധ്യം ഉണ്ടാകുന്നില്ല. എബ്രായ വിശ്വാസികൾ ക്ഷീണിച്ചു പോയതിൻ്റെ കാരണം വചനം അകത്ത് നിലനിന്നില്ല. കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടില്ല. കാരണം വചനത്താലുള്ള ശുദ്ധീകരണത്തിന് അവർ തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഞായറാഴ്ചകളിൽ എഴുന്നേറ്റ് സാക്ഷ്യങ്ങളാണ്. ഇവിടേക്ക് ഇനി ഉണ്ടെന്ന് അറിയത്തില്ല. അമേരിക്കയിലൊക്കെ സാക്ഷ്യങ്ങളെ ഇല്ല. നാട്ടിലൊക്കെ ഇഷ്ടംപോലെ സാക്ഷ്യങ്ങളുണ്ട്. പണ്ടൊക്കെ ഞാനൊരു പാസ്റ്റർനേജി വളർന്നതായതുകൊണ്ട് എനിക്കറിയാം, ഞായറാഴ്ചത്തിൽ ഏറ്റവും വലിയൊരു ആവേശമായിരുന്നു സന്തോഷിപ്പിച്ച വാക്യം. എല്ലാവരും എഴുന്നേൽക്കുമല്ലോ. ഞാൻ പണ്ടിവിടെ പലയിടത്തും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. കാരണം പായയുടെ വള്ളി കൊണ്ടാണ് അവർ അടയാളം വെക്കുന്നത്. ഇന്ത്യയുടെ ഭൂപടം പോലാണ് പലരും ഇരിക്കുന്ന പായ. ഓരോ ഞായറാഴ്ചയും സന്തോഷിപ്പിച്ച വാക്യങ്ങൾ. അത് മിക്കവാറും സങ്കീർത്തനത്തിൽ നിന്ന് മാത്രമേ ഇവരെ സന്തോഷിപ്പിക്കും. എനിക്കറിയാവുന്നൊരു അപ്പച്ചനുണ്ടായിരുന്നു. 3 ബൈബിളും കൊണ്ടാണ് വരുന്നത്. ഒരു മലയാളം ബൈബിള്, ഒരു ഇംഗ്ലീഷ് ബൈബിള്, ഒരു തമിഴ് ബൈബിള്. എന്തിനാ? യേശു നല്ലവനെന്ന് ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാ ഈ 3 ബൈബിളും ചുമന്നുകൊണ്ട് നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, പ്രബോധനങ്ങൾ, സാക്ഷ്യങ്ങളൊക്കെ. പക്ഷെ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ച എന്നെ ശുദ്ധീകരിച്ച വചനം ഇതാണ്. ആരെങ്കിലും പറഞ്ഞോ സാക്ഷ്യം? അല്ലെങ്കിൽ കഴിഞ്ഞൊരു വർഷക്കാലം, കഴിഞ്ഞൊരു മാസക്കാലം, ഹല്ലേലൂയ, യേശു പറഞ്ഞത് സന്തോഷിപ്പിച്ച വചനമെന്ന് മാത്രമല്ല, 2 അർത്ഥങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഹല്ലേലൂയ. ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എവരി ടൈം യു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ് ഇറ്റ് ഷുഡ് സാങ്ക്ടിഫൈ യു. ദൈവവചനം കേൾക്കുമ്പോൾ അത് നിങ്ങളെ ശുദ്ധീകരിക്കണം. സന്തോഷിപ്പിക്കും ദൈവവചനം. പക്ഷേ സന്തോഷം, ദൈവവചനത്താലുള്ള സന്തോഷത്തിന് നാം പറഞ്ഞ ഈ അർത്ഥത്തിനകത്ത് മറ്റൊരർത്ഥമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുന്തിരിവള്ളിയുടെ കഥ പറഞ്ഞിട്ട് യോഹന്നാൻ 15:11 യേശു പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുവാനും നിങ്ങളുടെ സന്തോഷം നിലനിൽക്കുവാനും ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു. നോക്കുക, സന്തോഷം വർദ്ധിക്കണം, നിലനിൽക്കണം. അപ്പോൾ നമുക്കറിയണം എന്താ സന്തോഷം. അല്ല, 2 കാര്യങ്ങളാണ്. അതാണ് 15-ാം അധ്യായത്തിൽ പറയുന്നത്. നിങ്ങളിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ എന്ത് ചെയ്യുന്നു? വെട്ടിക്കളയുന്നു. സന്തോഷമുണ്ടാക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് ദൈവനാമത്തിന് മഹത്വമില്ലാത്ത, ദൈവവചനത്തിന് ഹല്ലേലൂയ ആക്ഷേപം വരുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വെട്ടിക്കളയുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകേണ്ടത്. 2, കായ്ക്കുന്ന കൊമ്പൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. സോ ഹല്ലേലൂയ, there will be a wound and cut always in your spiritual journey. ജീവിതയാത്രയിൽ എപ്പോഴും മുറിവുണ്ടായിരിക്കും. ഈ മുറിവ് വചനത്താലുള്ള മുറിവാണ്. ഒന്നെങ്കിൽ പ്രയോജനമില്ലാത്തത് മുറിച്ചു കളയുന്നു, ഇല്ലെങ്കിൽ പ്രയോജനമുള്ളതിനെ അധികം ചെത്തി വെടിപ്പാക്കുന്നു. ഈ 2 മുറിവില്ലാത്ത ആത്മീയ ജീവിതം നിലനിൽക്കുന്ന ജീവിതമല്ല. ദാറ്റ് വിൽ ബി സൂപ്പർഫിഷ്യൽ സ്പിരിച്വാലിറ്റി. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും, പ്രസംഗം കഴിയുമ്പോൾ മാറും, പാട്ട് കഴിയുമ്പോൾ മാറും. പക്ഷെ വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച കർത്താവേ, ഇന്ന് പറയുന്ന നാവ്, എൻ്റെ നാക്ക് ദൈവഹിതമല്ലെങ്കിൽ ആ വാക്കിനെ ഞാൻ മുറിച്ചു കളയുന്നു. അതല്ലേ വചനം പറയുന്നത്? കൈ ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക, കാൽ ഇടർച്ച വരുത്തിയാൽ അതിനെ മുറിച്ചു കളക, കണ്ണിടർച്ച വരുത്തിയാൽ അതിനെ ചൂഴ്ന്നു കളക. ഒറ്റക്കണ്ണനായി, ഒറ്റക്കാലുള്ളവനായി, ഒറ്റ കൈയുള്ളവനായി അഗ്നിയാൽ നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് നല്ലത്. വചനത്താൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ മണ്ണിൽ ഒരു അനുഗ്രഹവും ലഭിച്ചില്ലെങ്കിലും നിത്യത നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പുണ്ടാക്കുന്ന ഒരു ആത്മീയ ജീവിതം നമുക്ക് കാഴ്ചവെക്കണം. അപ്പോൾ എബ്രായ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, വചനം നിങ്ങൾ ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. 2ാമത് അവർക്കുണ്ടായ ആത്മീയ അധപ്പതനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 1 വരെയാണ്. അവിടെ ഉണ്ടായിരിക്കുന്നത് സ്പിരിച്വൽ ഡൾനെസ് ആണ്, ആത്മീയ മന്ദത. അവിടെ പറയുന്നത് അല്ലല്ലേ, കാലം നോക്കിയാൽ നിങ്ങൾ ആരാകണം? ഇപ്പം ഉപദേഷ്ടക്കന്മാരാക്കണം. യു ഷുഡ് ബി എൻ ഏബിൾ ടീച്ചർ, എൻ ഏബിൾ ടു ടീച്ച് അതേഴ്സ്. മറ്റുള്ളവരെ പഠിപ്പിക്കത്തക്കവണ്ണം നിങ്ങളിപ്പോൾ നല്ല പക്വതയുള്ളവരായി മാറണം. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ, ഇപ്പോഴും നിങ്ങൾ ശിശുക്കളെ പോലെയാണ്. ഇവിടെ നോക്കുന്ന കുട്ടിത്തമാണ്. ഹല്ലേലൂയ. ശിശുക്കൾ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് യേശു പറഞ്ഞ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുക എന്ന അർത്ഥമല്ല. ഇവിടെ കാണുന്ന ശൈശവത്വമല്ല, ഇവിടെ കാണുന്ന കൊച്ചു കുട്ടിത്തങ്ങളാണ്, പിടിവാശികളാണ്. നമുക്ക് ഈ കുഞ്ഞും കൂടെ അറിയാം. നിങ്ങളൊരു 500 പൗണ്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 5 പൗണ്ടിൻ്റെ കാറ് കൊടുത്താൽ ആ കുഞ്ഞ് ഏതിൻ്റെ പുറകെ പോകും? നിങ്ങളുടെ വീട്ടിൽ ഒരു 500 മോനെ നിനക്കിരിക്കട്ടെ, 1ാമത്തെ ബർത്ത്ഡേക്ക് 500 പൗണ്ട്, എന്നിട്ട് അപ്പുറത്തൊരു 5 പൗണ്ടിൻ്റെ കാറും വെക്കുന്നു, ആ കുഞ്ഞ് ഏതെടുക്കും? മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് വിലയുള്ളതും വിലയില്ലാത്തതും തമ്മിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ആത്മീയത്തിൻ്റെ ലക്ഷ്യം അതാണ്. ആത്മീയം മന്മത പ്രാപിച്ചപ്പോൾ ഹല്ലേലൂയ, ഉയരത്തിലെ ആത്മീയ നന്മകളെക്കാൾ മണ്ണിൽ മുളച്ചു പൊങ്ങുന്ന ഭൗതിക നന്മകളിൽ നാം കണ്ണു മഞ്ഞളിച്ചു പോയി. ഇന്ന് രാത്രികാലം മടങ്ങി വരേണ്ടത് ദൈവദാസൻ ഓർപ്പിച്ചു, നിങ്ങൾ ഹല്ലേലൂയ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഹല്ലേലൂയ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം.
നമ്മുടെ സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് അബോവ്. ഉയരത്തിലുള്ളതിലേക്ക് കണ്ണുകൾ നോക്കണം, ഉയരത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ. ദൈവമക്കളെ, നമുക്ക് നഷ്ടപ്പെട്ടതല്ല. ഇവിടെ വന്ന് ഒത്തിരി കഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ. ഒത്തിരി അലലിയ ഒരു കഷ്ടത്തിൽ കൂടെ കടന്നാണ് ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിച്ചു. എല്ലാം നല്ല കാര്യം. പക്ഷെ നമുക്ക് കൈമോശം വന്നത് നമ്മുടെ ആത്മീയ നന്മകളുടെ കൂമ്പാരമാണ്. പുത്രത്വം നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി പുത്രത്വത്തിലേക്ക് മടങ്ങി വരണം. കൃപയും കൃപാവരം നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി അതിലേക്ക് മടങ്ങി വരണം. ഈ കോൺഫറൻസ് കഴിയുന്നതിന് മുമ്പ് പ്രവചിച്ച് എത്രയോ അല്ലല്ലേ പ്രവാചകന്മാരുടെ അതരം ഇന്ന് രാത്രി അടഞ്ഞിരിക്കുന്നു. ദർശനം കണ്ട കണ്ണുകൾ മങ്ങിയിരിക്കുന്നു. വചനം പറഞ്ഞ് അതരങ്ങൾ ശൂന്യമായിരിക്കുന്നു. തുള്ളിച്ചാടി നൃത്തം ചെയ്തവർ ഇന്ന് കുഴഞ്ഞു മാറി നിൽക്കുന്നു. അല്ലെങ്കിൽ ഈ പടക്കുതിരിയെ പോലെ പാഞ്ഞു നടന്ന് ആത്മീയ ദാഹത്തിനു വേണ്ടി ഓടിയ എത്രയോ പേർ ഒച്ചിനെ പോലെ ഇഴയുന്ന ദയനീയ കാഴ്ച കാണുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് പറയുന്നു, സ്വർഗം പറയുന്നു, ആത്മീയ നന്മയിലേക്ക് എൻ്റെ ജനം മടങ്ങി വരട്ടെ. ആത്മീയ മന്മതകൾ സഭകളിൽ നിന്ന് മാറണം. അല്ല, നാം പ്രസ്ഥാനത്തിൻ്റെ കെട്ടുവക്കിലേക്ക് ഒതുങ്ങിപ്പോയി, പ്രസ്ഥാനത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് ഒതുങ്ങിപ്പോയെങ്കിൽ ഇന്ന് രാത്രി നല്ലതാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വി ആം ഓൾസോ ദ പാർട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ, എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ അതിനപ്പുറത്ത് ദൈവദാസൻ ഓർപ്പിച്ചല്ലോ, നിങ്ങളെക്കുറിച്ചുള്ള വിളിയും തിരഞ്ഞെടുപ്പും. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ചൊരു വിളി ദൈവത്തിനുണ്ടായിരുന്നു. ദൈവദാസി, നിങ്ങളെക്കുറിച്ചൊരു സ്വപ്നം ദൈവത്തിനുണ്ടായിരുന്നു. ദൈവദാസൻ ഓർപ്പിച്ചില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ആവർത്തിക്കുന്നതിൽ നിങ്ങൾ എന്നോട് തെറ്റിദ്ധരിക്കരുത്. കാരണം വചനമായതുകൊണ്ട് വചനത്തോട് ചേർന്ന് പോകണമല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ പകച്ചു നിൽക്കുന്ന ആദമനും ഹവ്വയ്ക്കും ദൈവം കൊടുത്ത പിടിവള്ളി എന്ന വാഗ്ദത്തമായിരുന്നു. ഹല്ലേലൂയ. സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന. ദൈവദാസൻ ഇപ്പോൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാട്ടെ കേട്ടോ. അതാ പറഞ്ഞ വചനം ഒഴിപ്പോയെന്ന് അറിയാനോ ചോദിക്കുന്നത്. സർപ്പത്തിൻ്റെ തല തകർക്കുന്ന ഒരു സന്തതി. ദാറ്റ്സ് വാട്ട് അവർ എക്സ്പെക്ടേഷൻ. ഇല്ല, എത്ര കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്? എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. അല്ലല്ലോ. സം ഓഫ് ആർ ദി സിറ്റിംഗ് തരല്ല. എവരിബഡി ബിലോ 18 years. ക്യാൻ യു റൈസ് യുവർ ഹാൻഡ്? ഇനി നിങ്ങൾക്ക് 18 ഓളം തോന്നി നിങ്ങളും കൈപൊക്കിക്കൂ, ഒരു കുഴപ്പമില്ല. സി, ഓൾ ദ ചിൽഡ്രൻ ആർ സിറ്റിംഗ് ഓവർ ദെയർ. ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ? ഇവർ പിശാചിൻ്റെ തല തകർക്കുന്നവരാ. തലയെന്ന് പറയുമ്പോൾ പിശാചിൻ്റെ ബുദ്ധി, പിശാചിൻ്റെ തന്ത്രങ്ങൾ, പിശാചിൻ്റെ പദ്ധതികളെ പൊളിക്കുന്ന ഒരു തലമുറ. ഈ കോൺഫറൻസ് കഴിയുമ്പോൾ അല്ലല്ലേ, ടുമോറോ യു ആർ മിനിസ്റ്ററിംഗ് ഫോർ ദ ജനറേഷൻ. അല്ലല്ലേ, നമുക്കൊരു വലിയൊരു അല്ലല്ലേ സ്വപ്നമുണ്ട്, പിശാചിൻ്റെ തല തകർക്കുന്ന ഒരു സന്തതി. അല്ലല്ലേ, ഞങ്ങളുടെ കുടുംബത്തിനകത്തൊന്ന് വളർന്നു വരുമെന്നേ. ഹല്ലേലൂയ. നമ്മൾ പലയിടത്തും പരാജയപ്പെട്ടു. വി ബിക്കം ദ പാർട്ട് ഓഫ് ദ പൊളിറ്റിക്സ് ഓഫ് ദ ചർച്ച്. വി ബിക്കം ദ പാർട്ട് ഓഫ് ദ ഡ്രിഫ്റ്റിംഗ് അവേ ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ഇനി അങ്ങനെ സംഭവിക്കാതെ ഈ കാലഘട്ടത്തിൽ, അത് UK അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും സഭകളുടെ കകത്ത് അല്ലെ തിളച്ചു പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ തല തകർക്കുന്ന ഒരു കൂട്ടം സന്തതികൾ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരണം. I may be sharp in my word, അല്ലല്ലേ, പ്ലീസ് ബെയർ വിത്ത് മീ. ഇന്ന് രാത്രികാലം ചിലപ്പോൾ ഞാൻ ശക്തമായി ഇങ്ങനെ പറഞ്ഞേക്കാം. ആത്മാവിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ട് ഒരു തലമുറയെ, we are going to train and build up a generation. They will crush the head of the enemy. പിശാചിന്റെ തല തകർക്കുന്ന ഒരു സന്തതിയെ ഞങ്ങൾ വാർത്തെടുക്കും. ജീസസ് റേബാല വൈഷമന രഖാര ബലധുരാധകന. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഞാനൊരു കാഴ്ച കാണുന്നത് ഹല്ലേലൂയ. ഒരു പക്ഷേ ഇന്ന് രാത്രി ഞാൻ വായിച്ച വാക്യം പറയാൻ പറ്റിയില്ലെങ്കിലും I need a group of generation, young generation, hallelujah, carrying the fresh anointing, hallelujah, moving across the nation and proclaim the high praise of the Lord. അത് ഞാൻ സ്വപ്നം കാണുകയാണ്. ഹല്ലേലൂയ. ഒരു വലിയ അഭിഷേകത്തോടെ തലമുറകൾ പുറത്തു വരണം. പാസ്റ്റേഴ്സ് രാവിലെ പറഞ്ഞതൊക്കെ നമുക്കൊക്കെ ദൈവം തന്നിരിക്കുന്ന മിനിസ്ട്രി അതാണ്, ട്രെയിനിങ് അപ്പ് എ ജനറേഷൻ. അല്ല, ട്രെയിൻ അപ്പ് എ ചൈൽഡ് എന്നാണ് പറയുന്നത്. ട്രെയിൻ എന്ന വാക്ക് കേട്ടാൽ നിങ്ങൾക്കറിയാം, നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നില്ല. ഇംഗ്ലണ്ട് ഈസ് ഫേമസ് ഫോർ ട്രെയിൻ. അല്ലല്ല, ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനും അത് പുള്ളി ചെയ്യുന്ന കുറേ ബോഗികളും. അപ്പോസ്തലനായ ഹല്ലേലൂയ പൗലോസിൻ്റെ വിജയത്തിൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ രഹസ്യം, ശക്തി, ഫലമെന്ന് പറയുന്നത് 100-ലധികം പേഴ്സണൽ സഭകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് വിശ്വാസികളോട് മുഖാമുഖം സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അരയോപ കുന്നിലും പുഴവക്കിലും വഴിവക്കിലും ഒരുപോലെ വചനം പ്രസംഗിച്ചിട്ടുണ്ട്. 14 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അത്ഭുത രോഗശാന്തി ശുശ്രൂഷകൾ നടത്തിയിട്ടുണ്ട്. എത്രയോ ഹല്ലേലൂയ ദൈവം ഉപയോഗിച്ച മനുഷ്യനാ. പക്ഷേ തൻ്റെ ശുശ്രൂഷയുടെ ആകെ തുകയെന്ന് പറയുന്നത് താൻ എടുത്ത പുസ്തകത്തിന് പിന്തുടർച്ചക്കാരനുണ്ടായി. യജപുത്രന്മാരായ തിമത്തിയോസും തീത്തോസും ക്യൂവിൽ നിൽക്കുകയാണ്. പൗലോസിൻ്റെ കഴുത്ത് ശിരസ് അറുത്തു മാറ്റിയാലും വചനത്തിന് ബന്ധനമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, ഇംഗ്ലണ്ട് പട്ടണത്തിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, ഞാനും നിങ്ങളും പൊടുന്നനമേ അവസാനിച്ചാലും വചനത്തിന് ബന്ധനമില്ലെന്ന് പറയുന്ന എഴുന്നേൽക്കുന്ന തലമുറകളെ ഈ കോൺഫറൻസുകൾ നിമിത്തം ദൈവസഭകൾ വാർത്തെടുക്കണം. ഹല്ലേലൂയ. യു നീഡ് ടു ട്രെയിൻ ഒപ്പം. അവരെ ട്രെയിൻ ചെയ്യണമെന്ന്. ട്രാക്ക് തെറ്റാതെ കൊണ്ടുപോകുന്ന ജോലിയാണ് നിങ്ങൾക്കുള്ളത്. ഹല്ലേലൂയ. എത്ര സമ്പത്ത് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതല്ല, എത്ര എഡ്യൂക്കേഷൻ കൊടുത്തു എന്നല്ല, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ദൈവം അതിനൊന്നും മോശമല്ല. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുല ചിന്തയൊക്കെ ഇന്ന് രാത്രി അവസാനിക്കണം. ആർ യു വിത്ത് മീ? ഹല്ലേലൂയ. നമുക്ക് ഒരു വലിയ ചിന്തയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി.
ടോം പറഞ്ഞല്ലോ, ടോമിനെ പോലെ ഞാനും ഏജിലൊരു പാസ്റ്റർ എൻ്റെ കഴിഞ്ഞ 4 മാസം മുമ്പ് എൻ്റെ പിതാവ് നിത്യത പ്രവേശിച്ചത്. ഞാനും 17 പാസ്റ്റേജ് വളർന്നതാണ്. അല്ലല്ല, നമുക്കൊക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് ഭയങ്കര ആകുലമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സെയിം ഗോഡ് സസ്റ്റെയിൻ ഇൻ യുവർ ലൈഫ് ടൈം ഈസ് അബ്സല്യൂട്ട്ലി ഏബിൾ ടു സസ്റ്റെയിൻ ദം ഇൻ ദെയർ ലൈഫ് ടൈം. നിങ്ങളെ നിങ്ങളുടെ ജീവിതകാലത്ത് നടത്തി അതേ ദൈവം അവധിയൊന്നും എടുത്തിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാക്കന്മാരും മാതാക്കളും നിങ്ങൾക്ക് വേണ്ടി സംഗ്രഹിച്ചതിലും അപ്പുറം സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയെങ്കിൽ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെച്ച് തന്നെ സ്വർഗം വാഗ്ദത്തം തരുന്നു. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി അതിശ്രേഷ്ഠമായത് ദൈവം കരുതിയിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് അവർക്ക് വചനം കൊടുക്കുന്നത് അല്ല, വചനം കൊടുക്കുക, ആത്മാവിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ചർച്ചിനകത്ത് അതിനെക്കുറിച്ച് പറഞ്ഞാട്ട് തലമുറയെ അങ്ങനെ വാർത്തെടുക്കുവാൻ ദൈവം സഹായിക്കണം. അല്ലയ്യ, കാലം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാരായിരിക്കേണ്ടവർക്ക് ആത്മീയ മന്ദത. മൂന്നാമത് അവർക്ക് പറ്റിയ അപജയം എന്ന് പറയുന്നത് എബ്രായർ 10:24 വാക്യമാണ്. അവർ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. MBAയുടെ കോൺഫറൻസിന് വരാനാണെങ്കിൽ ഇത്രയൊന്നും അല്ല, അല്ല പാസ്റ്റർ, ഇത്രയൊന്നും അല്ലല്ലോ. അല്ല, നിങ്ങൾ വർക്ക് ചെയ്ത് വെച്ച് നോക്കിയാലും പ്രാർത്ഥിച്ച് വെച്ച് നോക്കിയാലും വരാനാണെങ്കിൽ ഇത്രയൊന്നും അല്ല. പിന്നെ അവർ വിചാരിച്ച് കാണും ചെറിയ സ്കൂളാണല്ലോ, ഇത്രയും പേര് വന്നാൽ എവിടെ ഇരിക്കുമെന്ന് ഓർത്ത് വരാഞ്ഞതായിരിക്കാം. ഏതായാലും നല്ല കാര്യം. ഞാനിവിടെ പല കോൺഫറൻസിന് IPC എത്രയോ പ്രാവശ്യം വന്ന് പ്രസംഗിച്ചിരിക്കുന്നു. വരാനാണെങ്കിൽ ഇത്രയൊന്നും അല്ല. പിന്നെ ഞാൻ പോയില്ലേലും ഒരു കുഴപ്പമില്ല, 2 പോയില്ലേ എനിക്കും ഒരു കുഴപ്പമില്ല. ഈ ഒരു ചിന്ത തലയ്ക്കകത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ കൂട്ടായ്മയ്ക്കുള്ള ഒരു ബലമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പെന്തിക്കോസ്തിൻ്റെ ഉപദേശത്തിനകത്ത് പരിശുദ്ധാത്മാവ് കുത്തിനുറച്ച സന്ദേശമാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ടും അപ്പം നുറുക്കിയും കൂട്ടായ്മയെ ആചരിച്ചും പോന്നുവെന്ന്. We need to, hallelujah, praise God, hallelujah. We need to ignite the fellowship of the saints, hallelujah. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയൊന്ന് ആളിക്കത്തിക്കണം. ഹല്ലേലൂയ. സഭയ്ക്കകത്താണെങ്കിലും you need to start from your local church. ദൈവസഭയ്ക്കകത്ത് കൂട്ടായ്മയുടെ ബന്ധം ഉറപ്പിക്കണമെന്നേ. അത് സംഘടനയ്ക്കകത്തായിക്കൊള്ളട്ടെ, അത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ IPCയുടെയോ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു യുണൈറ്റഡ് കോൺഫറൻസ് വാട്ടർ ഇറ്റ് മേ ബി, we need to grow in our fellowship. ഈ കൂട്ടായ്മയിൽ കാരണം ഒരു വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട് ക്രൂശിന്, ഒരു ഹൊറിസോണ്ടൽ ആക്സിസും ഉണ്ട്. വെർട്ടിക്കൽ ആക്സിസ് ക്രിസ്തുവിനോടുള്ള ബന്ധവും സഹോദരങ്ങളോടുള്ള ബന്ധത്തിലാണ്. അതാണ് 3-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഹല്ലേലൂയ, വിശുദ്ധ സഹോദരന്മാരെ, നമ്മുടെ ബന്ധം ക്രൂശിൻ്റെ ചുവട്ടി സഹോദര ബന്ധമാണ്. ദൈവമക്കളെ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബന്ധം യേശുവിൻ്റെ വലിയ ക്രൂശിലെ മൊഴിക്കകത്ത് തന്നെയുണ്ട്. നമുക്ക് അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒക്കെ ലഭിക്കുന്നത് ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നാണ്. ഹല്ലേലൂയ. സബദിയുടെ മകനായി പിറന്ന യോഹന്നാന് ഒരു അമ്മയെ കിട്ടിയത് ക്രൂശിൻ്റെ ചുവട്ടിയിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തച്ചൻ്റെ കുടുംബത്തിൽ വളരെ ഭാര്യയായിരുന്ന മറിയയ്ക്കൊരു മകനെ കിട്ടിയത് ക്രൂശിൻ്റെ ചുവട്ടിലാണെങ്കിൽ ആത്മാവിൽ ഒരുമിച്ച് ആരാധിക്കുന്നവരാ സഹോദരി സഹോദരന്മാർ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ഉദരത്തിൽ ജനിച്ച ബന്ധങ്ങളെക്കാൾ ചിലപ്പോൾ ശ്രേഷ്ഠവും കരുത്തുമുണ്ട് ഈ ആത്മീയ ബന്ധത്തിന്. ഇത് ഉപേക്ഷിക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്നുകൂടെ ശക്തമായിട്ടല്ലേ ചിലവൊക്കെ കണ്ടേക്കാം, കോൺഫറൻസുകൾക്കൊക്കെ നല്ല ചിലവ് കണ്ടേക്കാം. പക്ഷേ ദൈവമക്കളുടെ ഐക്യത അരക്കിട്ട് ഉറപ്പിക്കണം. ഈ ഒരു ഫെലോഷിപ്പിന് വലിയ ശക്തിയുണ്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണട്ടെ. വി ആർ വൺ ഇൻ ക്രൈസ്റ്റ് എന്ന്. You need to take them for the conference. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റർ വീക്കിൻ്റെ വെക്കേഷനാണ്, നിങ്ങൾക്കും എവിടെയെങ്കിലുമൊക്കെ പോകാമായിരുന്നു. ഇന്ന് സൈലൻ്റ് ആയിട്ട് അവിടെ നിന്ന് കളിക്കുന്ന, ഓടുന്ന, കുസൃതി കാണിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊക്കെ സ്ഥായി ഒരു സ്ഥാനം ഉണ്ടായി കഴിഞ്ഞു. ഹല്ലേലൂയ. വിത്ത് എ പേർപ്പസ് മൈ പേരൻസ് ഹാവ് ഗോൺ ഫോർ ദിസ് കോൺഫറൻസ്. വി നീഡ് ടു ക്യാരി ദിസ് മാൻറ്റിൽ. ഹല്ലേലൂയ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഈ കോൺഫറൻസിന് കടന്നുപോയത് ഇന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിലും നാളെ ഇത് കെട്ടുപോകാതെ കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ ദൈവദാസൻ ഓർപ്പിച്ച കണക്ക് ഇംഗ്ലണ്ട് പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്ന ആത്മാവിൻ്റെ അഗ്നി കൊണ്ട് നടക്കുന്ന അഭിഷിക്തന്മാരെ ഈ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, കൂട്ടായ്മകളെ ഉപേക്ഷയായി വിചാരിക്കരുത്. 4-ാമതായിട്ടുള്ളത് 12-ലാണ്. ഉള്ളിൽ ക്ഷീണിച്ചുള്ളൊരു മടുപ്പുണ്ടായി. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ പൗലോസ് ഹല്ലേലൂയ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ യേശുവിലേക്ക് നോക്കിയാൽ ഹല്ലേലൂയ വചനത്തിൻ്റെ ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും. യേശുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് മടങ്ങി വരും. യേശുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മന്ദത മാറും. യേശുവിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ ക്ഷീണം മാറും. അതിൻ്റെ 7-ന്റെ 4-ാം വാക്യം മാത്രം അല്പസമയം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ച് ഒരുമിച്ച് നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാമല്ലോ. സ്തോത്രം. ഇവിടെ പൗലോസ് പറയുകയാണ്, ഇത് മൽക്കീസേദെക്കിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണെങ്കിലും മൽക്കീസേദെക്കിൽ കൂടി വെളിപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിലേക്കുള്ള നിഴലിലേക്ക് അത് നമ്മെ കൊണ്ടുപോവുകയാണ്. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലും മഹത്വം പറയാനുണ്ടെങ്കിൽ ദേവദാസന്മാർ പാടി പ്രസംഗിച്ചു യേശുവിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. കാരണം അവനൊപ്പം പറയാൻ ആരുമില്ല. അവനെപ്പോലെ ആരാധിക്കാൻ കൊള്ളാവുന്ന വേറൊരു വ്യക്തി ലോകത്തിലില്ലെന്ന്.
സ്തോത്രമല്ലിയ. എന്തെങ്കിലും കാണാനോ കേൾക്കാനോ ഉണ്ടായിട്ടാണോ നമ്മളിവിടെ വന്നിരിക്കുന്നത്? എന്തെങ്കിലും അല്ലല്ലിയ കിട്ടുമെന്നോർത്താണ് ഇവിടെ വന്നിരിക്കുന്നത്? യേശുവിനെ ആരാധിപ്പാൻ. സ്തോത്രമല്ലിയ. ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു ചെല്ലുന്ന മോശ, സ്തോത്രമല്ലിയ, മോശയോട് ദൈവം ഉൾപ്പടർപ്പിൽ വെച്ച് എന്താ പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞത്, സ്തോത്രമല്ലിയ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കട്ടത കണ്ടു, കേട്ടു, അവരുടെ നിലവിളി അറിഞ്ഞു, സങ്കടം അറിഞ്ഞ് ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ അവരെ പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. വെട്ടാത്ത കിണറും നട്ടുണ്ടാക്കാത്ത തോട്ടവും പണിയാത്ത വീടും ഒക്കെ ഉണ്ടെന്ന്. ഞാൻ ആയിരുന്നെങ്കിൽ ചെന്ന് ഫറവോനോട് ഇതായിരിക്കും പറയുന്നത്. എന്താ പറയുന്നത് അറിയാവോ? നിങ്ങളെ 100-400 വർഷമായിട്ട് ഇവിടെ കെട്ടിയിട്ട് ശമ്പളവും തരാതെ കട്ടപ്പെടുത്തുക. ഞങ്ങളുടെ ദൈവം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പണിയാത്ത വീട് തരും. നമ്മുടെ പ്രവാചകന്മാരൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്? അല്ലെ, നട്ടുണ്ടാക്കാത്ത തോട്ടം തരും, അല്ലല്ലേ, വെട്ടാത്ത കിണർ തരും, അല്ലല്ലിയ, മുന്തിരിക്കൊല തരും, അത്തിപ്പഴം തരും. പക്ഷേ അതൊന്നുമല്ല. മോശയ്ക്ക് മനസ്സിലായി, അഗ്നി ഹല്ലേലൂയ സ്പർശനമേറ്റവൻ, ഉൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ തേജസ് കണ്ടവൻ കൊട്ടാരത്തിൽ പറഞ്ഞത് എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാം. ഞങ്ങൾ വീട്ടിൽ പറയും മന്ന കിട്ടും മാറുമെന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ലോകത്തോട് പറയാനുള്ളത് മന്ന കിട്ടുമെന്നും മാറുമെന്നും അല്ലെ, വിങ്ങാത്ത കാലും മങ്ങാത്ത ചെരുപ്പും വസ്ത്രങ്ങളും ഒന്നുമല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് അത്യുന്നതനെ ആരാധിക്കാനാ. മരുഭൂമിയിൽ എൻ്റെ ജനത്തെ യാഗം കഴിക്കാൻ വിട്ടേക്കാ, എൻ്റെ ജനത്തെ ഉത്സവം ആചരിക്കാൻ വിട്ടേക്കാ. ചോദ്യം ഇതാ ഞാൻ ചോദിക്കുന്നത്, മരുഭൂമിയിൽ എത്ര ആരാധന കഴിച്ചു? മരുഭൂമിയിൽ എത്ര ഉത്സവം കഴിച്ചു? മരുഭൂമിയിൽ എത്ര യാഗം കഴിച്ചു? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വന്ന് പറഞ്ഞാട്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ പിന്നിലെ ഏക രഹസ്യം അത്യുന്നതനെ മതിമറന്ന് ആരാധിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഒരു പാട്ടൂടെ പാടിയോണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാവരും വന്ന് ചോദിക്കും, പാസ്റ്റർ കുടുംബ പ്രാർത്ഥനയ്ക്ക് എത്ര പാട്ട് പാടണം? ഞാൻ പറയും, കുറേ നേരം പാടിയിട്ട് മടുത്തു എന്ന് തോന്നുമ്പോൾ ഒരു പാട്ടുകൂടെ പാടിയിട്ട് നിർത്തിയേക്കാൻ പറയും. സ്തോത്രം. പാസ്റ്റർ എത്ര നേരം പ്രാർത്ഥിക്കണം? എല്ലാ വിഷയവും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇനിയും പ്രാർത്ഥിക്കാൻ ഒന്നുമില്ലെന്ന് തോന്നുമ്പോൾ ഒരു 5 മിനിറ്റൂടെ പ്രാർത്ഥിച്ചങ്ങ് നിർത്തുക. ദൈവമക്കൾക്ക് മടുപ്പ് തോന്നരുത്, അല്ല കൈയടിച്ചു മടുക്കരുത് കേട്ടോ. സ്തോത്രം പറഞ്ഞ് മടുക്കരുത്. അതരത്തിൽ അന്യഭാഷ, അത്യുന്നതിൻ്റെ ഭാഷ എൻ്റെ അതരത്തിൽ തന്നല്ലോ, അതൊരാവേശമായി മാറണം. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതെ ദൂതറിയിക്കുവാനുള്ള ഭാഗ്യം തന്നല്ലോ, ഏഴകളായി ഞങ്ങളെ ഉയർത്തിയല്ലോ, ഇവൻ എത്ര മഹാനെന്ന് നോക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ 5 കാര്യം എനിക്ക് പറയണം. 5 ദിവസവും വേണ്ടതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം പറയും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ സ്വർഗീയ ആരാധനയുടെ മഹത്വ ദർശനം കാണുന്നുണ്ട്. അപ്പോൾ തന്നെ 24 മൂപ്പന്മാർ കിരീടമൊക്കെ താഴെ വെച്ചു ആരാധിക്കുന്ന വലിയ ആരാധനയുടെ ഒരു സദസ്സും കാണുന്നുണ്ട്. അവിടെ അവർ ഉയർത്തുന്ന ഒരു ശബ്ദമുണ്ട്, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഭാഷയിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും നീ അവരെ വിലയ്ക്ക് വാങ്ങി അവന് രാജ്യവും രാജകീയ പുരോഹിത വർഗമാക്കി വെച്ചിരിക്കുന്നു. അവിടെ ഉയർന്ന ശബ്ദം, യു ആർ വർത്തി ടു ബി വർഷിപ്ഡ്, നീ ആരാധനയ്ക്ക് യോഗ്യൻ. ഇവൻ എത്ര മഹാനെന്ന് നോക്കണം. ഹല്ലേലൂയ. യേശു എത്ര യോഗ്യനാണെന്ന് അറിയണം. ഇന്ന് രാത്രി പെന്തക്കോസ്തുകാർ മറന്നുപോയ സന്ദേശം ഇതാണ്. നാം വിചാരിക്കും ഇത് നമ്മൾ പുറത്തു പോയിട്ട് ഹല്ലേലൂയ പരസ്യയോഗത്തിൽ പറയുന്നതാണ്. പരസ്യയോഗത്തിലും പറയണം ഹല്ലേലൂയ. ഇത് പരസ്യമായി പറയേണ്ടതാണ്. യേശു എത്ര യോഗ്യനാണ്, യേശു എത്ര മഹാനാണെന്ന് ഇന്ന് രാത്രി അറിയണം. ഒന്ന്, ഹല്ലേലൂയ, അവൻ മഹാനായതിൻ്റെ കാരണം ബിക്കോസ് ഓഫ് ഹിസ് സോവർണിറ്റി, അവൻ്റെ സർവാധിപത്യ നിമിത്തം. ഹല്ലേലൂയ. അവന് തുല്യം പറയുവാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് അവൻ മഹാൻ. അത് മാത്രമേ ഞാൻ ഇന്ന് രാത്രി പറയത്തുള്ളൂ. 2, ബിക്കോസ് ഓഫ് ഹിസ് സിൻലെസ്നെസ്, അവൻ പാപരഹിതനായതുകൊണ്ട്. ഹല്ലേലൂയ. ആർക്കും അവനിലൊരു ഊനവും കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സ്തോത്രം. ഒരു തച്ചൻ്റെ കുടുംബത്തിൽ പിറന്ന് 30 വയസ്സ് വരെ അപ്പനും, അതെനിക്ക് പറയണമെന്നുണ്ട്, അല്ലെങ്കിൽ സമയമില്ല, കുഞ്ഞുങ്ങളോടൊക്കെ പറയണമെന്നുണ്ട്. ലുക്ക് അറ്റ് ജീസസ്, ഹൗ ഡിഡ് ഹി ഒബേ ഹിസ് പേരൻസ്. എങ്ങനെ മാതാപിതാക്കളെ കീഴ്പ്പെട്ടിരുന്നേന്ന് ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഹല്ലേലൂയ. അവൻ നസ്രയത്തിൽ ചെന്ന് മാതാപിതാക്കൾക്ക്, അല്ലാതെ 16-ാമത്തെ വയസ്സിൽ തോന്നുന്ന വഴിക്ക് പോയെന്നല്ല പറഞ്ഞത്. നസ്രയത്തിൽ ചെന്ന് അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരുന്നത് ആരെ നോക്കണം? യേശുവിനെ നോക്കണം. നോക്കാനാണെങ്കിൽ യേശുവിനെ അല്ലാതെ പിന്നെ ആരെയെ നോക്കേണ്ടത്? എന്ത് ചെയ്യണം? യേശുവിനെ നോക്കണം. ഹല്ലേലൂയ. അങ്ങനെ ആശാരി ചെറുക്കനായിട്ട് തന്നെ യേശു വളർന്നതല്ലേ, 30 വയസ്സ് വരെ കൊണ്ട്. എൻ്റെ കാര്യം ഉറപ്പാണ്, വീട്ടിലെ മൂത്ത മകനായിരുന്നത് കൊണ്ട് യാക്കോബ്, യോസ, യൂദയും സഹോദരിമാരൊക്കെ ഉണ്ട്. എല്ലാവരുടെയും കാര്യം നോക്കാനുണ്ട്. തീർച്ചയായിട്ടും യേശു എന്ത് ചെയ്ത് കാണും? ആശാരിപ്പണി ചെയ്ത് കാണും, കട്ടിലും മേശയൊക്കെ ഉണ്ടാക്കി കാണും. എന്നിട്ടും ഒരൊറ്റ കാല് പോലും ഇളകി പോയിട്ടില്ല. അതുകൊണ്ടല്ലേ തൻ്റെ ഇടമായിട്ട് ചോദിച്ചത്, നിങ്ങൾ ആരെ എനിക്ക് പാപത്തെക്കുറിച്ച്? അല്ലാതെ എൻ്റെ പ്രസംഗം കേട്ടോണ്ട് വെളുക്ക ചിരി കണ്ടോണ്ടല്ല അവർ നോക്കിയത്. എൻ്റെ മുഖത്ത് വട്ടമുഖവും അല്ലല്ലേ, മുട്ടക്കഴുത്തും അല്ലല്ല, ഈ ക്ലീൻ കുമ്പളങ്ങാനുള്ള മുഖം കണ്ടോണ്ടല്ല യേശു ചോദിച്ചത്. യേശു ചോദിച്ചത് എൻ്റെ പ്രവൃത്തികളിൽ പോലും ഒരു മനുഷ്യന് പാപം ചൂണ്ടിക്കാണിക്കാൻ പറ്റിയില്ല. അത്ര തൻ്റെ ഇടമായിരുന്നു. ഹല്ലേലൂയ. പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ.
യേശു ഹല്ലേലൂയ പാപമില്ലാത്തവനായിരുന്നു എന്നാണ് പറയുന്നത്. സ്തോത്രം. ഹീ ഈസ് വർത്തി ബിക്കോസ് ഓഫ് ഹിസ് സബ്മിഷൻ. അവൻ്റെ സമർപ്പണം. സൃഷ്ടികർത്താവ് സൃഷ്ടിയുടെ മുമ്പിൽ സ്നാനക്കടവിൽ തലകലിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു സ്ഥാനം കിട്ടിയാൽ പിന്നെ ഹല്ലേലൂയ നമുക്ക് കസേരയും താഴെത്തില്ല. മലയാളിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഹല്ലേലൂയ ഒരു സ്ഥാനം, ഞാൻ ഒരു റീജിയൻ്റെ പ്രസിഡൻ്റ്, ഒരു ഹല്ലേലൂയ ഒരു സ്ഥാനം കിട്ടിയാൽ പിന്നെ മാറിക്കൊടുക്കാൻ വലിയ എല്ലാം കൂടി നിങ്ങളുടെ കാര്യമല്ലല്ലോ പറഞ്ഞത്, മൊത്തത്തിലല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് പണ്ടാണ്ട് പറഞ്ഞത് സ്വർഗത്തിൽ ചെന്നപ്പോൾ എല്ലാവർക്കും പത്രോസ് എഴുന്നേറ്റ് കൈ കൊടുത്തു, മലയാളി വന്നപ്പോൾ കസേരയെന്ന് എഴുന്നേറ്റില്ല, കാരണം അതുകൂടെ പോകുമെന്ന് അർത്ഥമുണ്ട് അല്ലേ. നമ്മൾ ബാക്കി എല്ലാം ശരിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലായിരിക്കുന്നത്. പക്ഷേ യേശു ഹല്ലേലൂയ എല്ലാവരും പറഞ്ഞു ആരാ വലിയവൻ? അവർ പത്രോസ് പറഞ്ഞു ഞാനാ വലിയവൻ. അന്ത്രോസ് പറഞ്ഞു പിന്നെ നിന്നെ ഞാൻ കർത്താവിൻ്റെ അടുക്ക കൊണ്ടുവന്ന് ഞാനാ വലിയവൻ. തങ്ങളിൽ ആരാ വലിയവൻ എന്നൊരു വലിയ തർക്കം തന്നെ ഉണ്ടായിരുന്നു. അവിടെ ആർക്കും ചെറിയവനാകണ്ട, എല്ലാവർക്കും ആരായാൽ മതി. അപ്പോൾ യേശു പറഞ്ഞു നിങ്ങളെല്ലാവരും വലിയവരായോ, ഞാനാ ചെറിയവൻ. യേശു ഒരു തോർത്തെടുത്ത് അരയെ ചുറ്റി കാല് കഴുകി കാണിച്ചു കൊടുത്തു. ദിസ് ഈസ് ദ എക്സാക്ട് വാട്ട് ഹെവൻ ഈസ് എക്സ്പെക്ടിങ് ഫ്രം യു. ഇതാ സ്വർഗം പ്രതീക്ഷിക്കുന്നത്. അവൻ്റെ താഴ്മ അനുസരിച്ച് ക്രൂശിലെ മരണത്തോളം ഹല്ലേലൂയ ഹി ഈസ് വർത്തി ബിക്കോസ് ഓഫ് ഹിസ് ഹല്ലേലൂയ സാക്രിഫൈസ്. അവൻ പരമയാഗമായി തീർന്നതിനാൽ അവൻ യോഗ്യനാണ്. ഹി ഈസ് വർത്തി ബിക്കോസ് ഓഫ് ഹിസ് സക്സസ്. മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ യോഗ്യനാണ്. ഒന്നാം ഭാഗം മാത്രം വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, ഹി ഈസ് വർത്തി ബിക്കോസ് ഓഫ് ഹിസ് സോവർണിറ്റി. അവൻ എല്ലാറ്റിന്മേലും പരമ അധികാരമുള്ളവനാണ്. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ അധികാരം എന്താണെന്ന് അറിയണം. യേശുവിനെ നോക്കുന്നതിൻ്റെ കാരണം പ്രധാനമായി ഇവിടെ യേശുവിന് 5 അധികാരങ്ങളുണ്ട്. സർവ്വ അധികാരം യേശുവിനുണ്ട്. മത്തായി 28:18 പ്രകാരം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. 4 സുവിശേഷങ്ങളിലായി വ്യാപരിച്ച് കിടക്കുന്ന 39 അധ്യായങ്ങളും യേശു ചെയ്തതെങ്കിലും എഴുതിയിട്ടില്ലാത്ത ആയിരക്കണക്കിന് അത്ഭുതങ്ങളെയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ 5 അധികാരങ്ങളിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. ഒന്ന്, യേശുവിന് പാപത്തിൻ്റെ മേൽ അധികാരമുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 6-ാം വാക്യം. ഒരു പക്ഷവാത രോഗി കിടക്കയിൽ കിടക്കുകയാണ്. യേശു അവനെ ശബ്ദത്തിൽ സൗഖ്യമാക്കുന്നു. മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നീ കിടക്കയെടുത്ത് നടക്കാമെന്ന് പറയുന്നു. അത് കണ്ടുകൊണ്ട് പാപമോചനം കൊടുക്കുവാൻ ഇവൻ ആരധികാരം കൊടുത്തുവെന്ന് ജനങ്ങളും ശാസ്ത്രിമാരും പരീശന്മാരും തമ്മിൽ പിറുപിറുക്കുമ്പോൾ യേശു അവിടെ പ്രസ്താവിക്കുന്നു, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. പ്രിയ ദൈവദാസൻ അത് ഓർപ്പിച്ചായിരുന്നു. പാപം ചെയ്ത മനുഷ്യൻ ഹല്ലേലൂയ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് അസാധ്യമെന്ന് നീതി വിധി എഴുതിയപ്പോൾ യാഗങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും മൃഗങ്ങളുടെയും ഹല്ലേലൂയ പക്ഷികളുടെയും രക്തം പുഴ പോലെ ഒഴുകിയ ഒരു കാലഘട്ടം. എന്നിട്ടും മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് സാധ്യമല്ലായിരുന്നു. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് മറുവില ആര് കൊടുക്കുമെന്ന് ഇയ്യോബ് വരെ ചോദിച്ച ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഹല്ലേലൂയ യാഗങ്ങൾക്കോ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ പുരോഹിതന്മാർക്കോ ഒന്നും ചെയ്തെടുക്കുവാൻ കഴിയാത്ത വീണ്ടെടുപ്പ് പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി സ്വർഗമഹിമകളെ വെടിഞ്ഞേ യേശു ഭൂമിയിലേക്ക് വരികയാണ്. സ്തോത്രം ഹല്ലേലൂയ. അതൊരു വലിയൊരു കാഴ്ചയാണ് ദൈവമക്കളെ. ഹോരേബ് പർവ്വതത്തിൻ്റെ മുകളിൽ കത്തുന്ന മുൾപ്പടപ്പിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അങ്ങ് ആരാ കർത്താവേ, അങ്ങ് ആരാ ദൈവമേ. ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ ഹല്ലേലൂയ അനേക ദൈവങ്ങളുടെ കൂമ്പാരങ്ങളുള്ള ഒരു നാട്ടിൽ ചെന്നിട്ട് ഇപ്രകാരം ഒരു ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു അഡ്രസ്സ് വേണ്ടേ? ദൈവം പറഞ്ഞു, എന്നെ ഒരു അഡ്രസ്സിൽ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു വാക്കിൽ ഒതുക്കാൻ പറ്റത്തില്ല. ഇവൻ എത്ര മഹാനെന്ന് നോക്കിക്കോണം കേട്ടോ. എന്നെ ഒരു വാക്കിൽ ഒതുക്കാൻ പറ്റില്ല, ഒരു പ്രവൃത്തിയിൽ ഒതുക്കാൻ പറ്റില്ല. നീ ചെന്ന് പറഞ്ഞാൽ മതി, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. നിങ്ങൾക്ക് എന്തെല്ലാം വേണോ അത് ഞാനാകുന്നു. നിങ്ങൾ എന്തെല്ലാം ചിന്തിക്കുന്നു അത് ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു. അർത്ഥം എനിക്കൊപ്പം പറയുവാൻ വേറെ ഒന്നുമില്ല എന്നതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഞാനാകുന്നവൻ ഞാനാകുന്നു. ഈ ഞാനാകുന്നവൻ ഒരിക്കൽ ഞാൻ അല്ലാതായി മാറി. ശ്രദ്ധിക്കണം കേട്ടോ. തിരുവചനത്തിലെ അത്ഭുത സത്യങ്ങളൊന്നാണിത്. ഞാനാകുന്നവൻ ഞാനാകുന്നു, എനിക്കൊപ്പം പറയുവാൻ ഒന്നുമില്ല, ആർക്കും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല എന്നും പറയുന്ന ഞാനാകുന്നവൻ ഞാനല്ലാതായി മാറി. എന്തിനു വേണ്ടി എന്നറിയാമോ? എന്നെ ഞാനാക്കാൻ വേണ്ടി. 22-ാം സങ്കീർത്തനത്തിൽ പറയുന്നു ഹല്ലേലൂയ ഞാനൊരു കൃമി അത്രേ, ഞാനൊരു പൊടിയത്രേ. ഹല്ലേലൂയ അവന് രൂപഗുണമില്ല, കണ്ടാൽ ആഗ്രഹിക്കാത്ത സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ വിരൂപനായി തീർന്നു. അവൻ്റെ രൂപം കണ്ടാൽ മനുഷ്യനല്ലെന്നും അവൻ്റെ ആകൃതി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി മാറി. എന്തിനാണെന്നറിയാമോ? ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന എനിക്ക് ആത്മീയ സൗന്ദര്യം തരുവാൻ. ക്രൂശിൽ കിടന്നുകൊണ്ട് ഞാനാകുന്നവൻ ഞാനല്ലാതായി മാറിയത്, അവനെ കണ്ടാൽ ആളല്ലാത്ത വിധം മാറിപ്പോയത് എന്തിനാ? എൻ്റെ പാപപരിഹാരത്തിനു വേണ്ടിയാ. പെന്തിക്കോസുകാർ ഇത് ആവർത്തിച്ചു പറയണം. ഹല്ലേലൂയ യേശു എൻ്റെ പാപം പോക്കിയെന്ന്. അതിലും വലിയൊരു അത്ഭുതം ഇനിയും നടക്കാനില്ല, നടന്നിട്ടുമില്ല.
ഞാൻ രാവിലെ ഓർപ്പിച്ച കണക്ക് ചെങ്കടൽ മുറിഞ്ഞതോ മാറാ മധുരമായതോ അല്ലെ ലാസർ പുറത്തു വന്നതോ ഒന്നുമല്ല. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം, അശുദ്ധനായിരുന്ന എന്നെ അല്ലല്ലേ വിശുദ്ധനാക്കുവാൻ സ്വർഗ്ഗമഹിമകളെ വെടിഞ്ഞിട്ട് അശുദ്ധി വരാതെ എനിക്ക് വേണ്ടി മരിച്ചിട്ട് അല്ലല്ലേ വീണ്ടും അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ എന്നെ വിശുദ്ധനായി സൂക്ഷിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വലിപ്പമല്ലാതെ ഞാൻ എന്ത് വിളിച്ചു പറയണം? അതാണ് അത്ഭുതങ്ങളിൽ അത്ഭുതം. യേശുവിന് പാപത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഇന്നും യേശു പാപികളെ വിടുവിച്ചു കൊണ്ടിരിക്കുക. ദൈവസഭയുടെ ദൗത്യം 2 മിനിറ്റ് കൊണ്ട് ആ പ്രിയ സഹോദരൻ പറഞ്ഞല്ലോ, എവരി മിനിസ്ട്രി ഈസ് വെരി പ്രഷ്യസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. ഹാലലൂയ. അക്ഷരങ്ങളിൽ കൂടെ, വാക്കുകൾ കൂടെ, വരകളിൽ കൂടെയൊക്കെ സുവിശേഷം ലോകമെങ്ങും അറിയപ്പെടണം. സഭയുടെ ദൗത്യം അതാണ്. അല്ലല്ലേ, പാപം മോചിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തണം. ഹല്ലേലൂയ. ഇവിടെയുള്ള ചർച്ചുകളൊക്കെ മിനിസ്ട്രിക്ക് വളരെ കൈത്താങ്ങൽ കൊടുക്കുന്നവരാണ്. ഒന്നും കൂടെ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. സഭകൾ, ദൈവസഭകൾ സുവിശേഷീകരണത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. അല്ലെങ്കിൽ ഈ കോൺഫറൻസ് കഴിയുമ്പോൾ ചില മിഷണറിമാർ ഇതിൽ നിന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ഇടയിലെ മിനിസ്ട്രിക്കൊക്കെ ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. വീ ടു സീ ഹല്ലേലൂയ. ഒരു കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു മിഷണറീസ് ഈ സഭയിൽ നിന്ന് എഴുന്നേൽക്കണം. നിങ്ങളുടെ സഭയെ അങ്ങനെ സ്വപ്നം കാണണം. ഹല്ലേലൂയ. കാലഘട്ടത്തിൻ്റെ പ്രവാചകന്മാർ എഴുന്നേറ്റ് വരണം. ആത്മാവിൽ സംസാരിക്കുന്ന അഭിഷിക്തന്മാർ സഭയിൽ എഴുന്നേറ്റ് വരണം. പ്രവാചകന്മാർ, ദൂത് പറയുന്നവർ, വെളിപ്പാട് കാണുന്നവർ സഭയിൽ എഴുന്നേറ്റ് വരണം. സ്തോത്രം. ഹല്ലേലൂയ. പാപം മോചിക്കുവാൻ യേശുവിന് മാത്രമേ അധികാരമുള്ളൂ. 2, യേശുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്ന 20-22 മുതൽ കാണുന്ന ഒരുമിച്ച് പടകിൽ യാത്ര ചെയ്യുകയാണ് യേശു ശിഷ്യന്മാരും. കാറ്റും കോളും ആഞ്ഞടിക്കുന്നു. യേശു തലവെച്ച് ഉറങ്ങുകയാണ്. നല്ല ചിന്ത. ഹല്ലേലൂയ. യേശു ഇന്ന് കൂർക്കം വലിച്ച് ഉറങ്ങിയായിരുന്നു. ഇതൊന്നും അറിയുന്നില്ല. അതൊന്നും എന്നെ ചിന്തിപ്പിക്കുന്നേ ഇല്ല. കാരണം യേശുവിൻ്റെ മനുഷ്യത്വമാണല്ലോ സുവിശേഷങ്ങൾ വെളിപ്പെടുന്നത്. അവസാനം അവർ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം മാത്രം പറയാം. സ്തോത്രം. സാധാരണ നമ്മളും കൊച്ചിയിലേക്ക് നല്ലപോലെ ഉറങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ ഉറങ്ങുന്ന ഉടനെ സാധാരണ നമ്മളൊന്ന് കുലുക്കി വിളിച്ച് നമ്മളെന്ത് ചെയ്യും? എഴുന്നേൽക്കും. നമ്മൾ രാവിലെ വെളുപ്പിനെ 5 മണിക്കൊക്കെ നമ്മുടെ അപ്പനും അമ്മയ്ക്ക് ഒരു ജോലിയില്ലെന്ന് പറയും. ഞാൻ അല്ലേ 4 മണിയാകുമ്പോഴേ എഴുന്നേൽക്കും. ഉണരുക നീ എൻ ആത്മാവേ ചേരുക യേശുവിനരികിൽ. നമ്മളിവിടെ വലിച്ചു പൊതച്ച് മൂടിപ്പൊതച്ച് കിടക്കുമ്പോഴാണ് ഇവർ നമ്മളെ കുത്തി എഴുന്നേൽപ്പിക്കുന്നത്. അല്ലല്ലേ. അപ്പം നമ്മൾ ഒന്നുകൂടെ ഉറക്കളച്ച് കിടക്കും. അപ്പം വിളിച്ചൊന്ന് കുലുക്കി നോക്കും. ഒരുമാതിരി ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. എന്നിട്ടും എഴുന്നേറ്റില്ലെങ്കിൽ ഒരു പണിയുണ്ടല്ലോ. എന്താ? അനുഭവസ്ഥരൊക്കെ ഉണ്ടല്ലോ. എന്ത് ചെയ്യും? കുറച്ച് വെള്ളം കോരി ഒഴിക്കും. ആലോചിച്ച് നോക്കിയാട്ട് അവിടെ വചനം ഇങ്ങനെ വായിക്കുന്നത്, അവൻ പടകിൽ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. വലിയ കാറ്റും കൊടുങ്കാറ്റും അടിച്ചു. പടക് ഹല്ലേലൂയ വല്ലാതെ വലഞ്ഞു. ചുഴലിക്കാറ്റാണ്, വേൾവിൻഡാണ്. അപ്പം ഈ പടക് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കാണും. എന്നിട്ട് ആരും എഴുന്നേറ്റില്ല. യേശു എഴുന്നേറ്റില്ല. പിന്നെ അടുത്ത പദം പടകിൽ വെള്ളം നിറഞ്ഞു എന്ന്. അപ്പോൾ യേശു ഇപ്പോൾ എവിടെയാണ്? വെള്ളത്തിലാണ്. എന്നിട്ട് യേശു എന്തില്ല? എഴുന്നേറ്റില്ല. അടുത്ത പദം അവർ നിലവിളിച്ചു, അവൻ എഴുന്നേറ്റു. ഇറാനിൽ എത്ര മിസൈൽ ഇട്ടാലും ഇറാൻ തിരിച്ചിട്ടാലും ചിലപ്പോൾ കർത്താവ് കണ്ണടച്ചേക്കാം. പക്ഷെ നീ ഒന്ന് നിലവിളിച്ചാൽ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ വിഗതികളും ഗതിവിഗതികളും അനുസരിച്ചൊന്നുമല്ല സ്വർഗം ചലിക്കുന്നത്. സ്വർഗം ചലിക്കുന്നത് ഭക്തന്മാരുടെ അതരത്തിൽ നിന്ന് ഉയരുന്ന നിലവിളിയുടെ ശബ്ദത്തിലാണ്. നാഥാ, എന്നെക്കുറിച്ച് വിചാരമില്ലയോ? കാറ്റിൻ്റെ ഓളങ്ങളോ തിരമാലയുടെ തള്ളലോ വെള്ളത്തിൻ്റെ തണുപ്പോ ഒക്കെ കർത്താവ് കണ്ണടച്ചെന്ന് വന്നേക്കാം. പക്ഷേ ഇന്ന് രാത്രി മുറിക്കകത്തിരുന്നു കൊണ്ട് അപ്പാ നീ കാണുന്നില്ലയോ എന്ന് ആഴത്തിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു ഭക്തൻ്റെ കരച്ചിലിന് മുമ്പിൽ സ്വർഗം അന്നും ഇന്നും എഴുന്നേറ്റിരിക്കും. അലറി വിളിക്കുന്ന കടലുകളും ഉയർന്നു പൊങ്ങുന്ന തിരമാലകളും ആടിയുലയ്ക്കുന്ന പടകുകളെ നിശ്ചലമാക്കുന്ന ദൈവകൃപയുടെ അളവറ്റ വലുപ്പം ഒരിക്കൽ കൂടി ഇന്ന് രാത്രി പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ എൻ്റെ സാഹചര്യത്തിന്മേൽ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. പച്ചവെള്ളത്തിൻ്റെ നിറം മാറ്റുന്ന, ഗുണം മാറ്റുന്ന, വില മാറ്റുന്ന, രുചി മാറ്റുന്ന, അതിൻ്റെ അല്ലെങ്കിൽ അവസ്ഥ മാറ്റുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ടെന്നേ. അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. കുഴിച്ചപ്പോൾ കിണർ കുഴിച്ചപ്പോൾ പച്ചവെള്ളം, കോരിക്കൊണ്ടിരുന്നപ്പോൾ പച്ചവെള്ളം, കൽപാത്രത്തിൽ നിറച്ചപ്പോൾ പച്ചവെള്ളം. കഴിഞ്ഞ ദിവസം അനേകരുടെ കാല് കഴുകിയതാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ കണ്ട് തഴമ്പിച്ചത്, കേട്ട് തഴമ്പിച്ചത്, രുചിച്ചു മടുത്തതിനെ നിറം മാറ്റി തരുവാൻ, ജീവിതങ്ങൾക്ക് വിലയിടുവാൻ, അതിന് സ്വാദ് വരുത്തുവാൻ ഇന്ന് രാത്രി സ്വർഗത്തിന് കഴിവുണ്ട്. സ്വന്തം കുടുംബത്തിലെ പച്ചവെള്ളത്തെ കുഞ്ഞിൻ്റെ വിവാഹത്തിൻ്റെ ആഘോഷവേദിയിൽ കൊണ്ടെത്തിക്കുന്ന അത് അനുഭവമാക്കി മാറ്റുവാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഓടിയിട്ട് പോകുന്ന മത്സ്യത്തിൻ്റെ വായിലകത്ത് ദ്രഹ്മപ്പണമുണ്ടെന്ന്. അല്ലേ, ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഭൗതിക വിഷയത്തിലും കർത്താവിനെ ആശ്രയിച്ചാൽ മതിയെന്നേ. അല്ലേ, അതുകൊണ്ട് ഇതൊരു പ്രോസ്പെറിറ്റിയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഭൗതികത ആരോടാ പോയി പറയേണ്ടത്? നമ്മുടെ വീട്ടിൽ ജനിച്ച കുഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ, പനി വന്നാൽ അപ്പനോട് പറയും. സ്കൂളിൽ ഫീസ് കൊടുക്കണമെങ്കിൽ ആരോട് പറയും? മാതാവിനോട് പറയും. ഹല്ലേലൂയ. എന്താവശ്യം ഉണ്ടെങ്കിലും പിതാവിനോട് പറയുന്ന പോലെ നിങ്ങളുടെ സകല ആവശ്യങ്ങളും സ്തോത്രത്തോടെ ദൈവത്തോടെ പറയേണ്ടത്. മനുഷ്യരുടെ മുമ്പിലല്ല പറയേണ്ടതെന്ന്.
മനുഷ്യരുടെ മുമ്പിലല്ല പറയേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പിൽ പറയണം. നിങ്ങളുടെ ആവശ്യം അടച്ചിട്ട മുറിക്കകത്ത് മുഴങ്കാൽ മടക്കി അപ്പ എനിക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല എന്നൊന്ന് നിലവിളിച്ചു നോക്കൂ. ഊളിയിട്ടു പോകുന്ന മത്സ്യത്തിൻ്റെ അതിരത്തിൽ മറഞ്ഞിരിക്കുന്ന നന്മ നിന്റെ കയ്യിൽ കൊണ്ടെത്തിക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. കാരണം അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ്. ഹല്ലേലൂയ. അവൻ എത്ര മഹാനെന്ന് ഇന്ന് രാത്രി നോക്കണമെന്ന് പത്രോസ് അന്തം വിട്ടുപോയി. കാരണം അല്ലെങ്കിൽ യഹൂദന്മാർ അല്ലെങ്കിൽ റോമ ഗവൺമെൻറ് ചുങ്കം പിരിക്കുന്നവർ വന്ന് യേശുവിനോടാണ് ചോദിച്ചത്, നിൻ്റെ ഗുരു ടാക്സ്. അന്നേരം ഈ പുള്ളി ടാക്സ് ഫയൽ ചെയ്തിട്ടില്ല. ആരാ? പത്രോസ് എന്ന് പറഞ്ഞു, യേശുവെ അവരിങ്ങനെ വന്ന് ചോദിക്കുന്നു, ഇതുവരെ ടാക്സ് അടച്ചിട്ടില്ല. ഈ പുള്ളിയുടെ അകത്തുനിന്ന് കത്തുക, പുള്ളി ഇതുവരെ എന്തിട്ടില്ല, ടാക്സ് കൊടുത്തിട്ടില്ലെന്ന്. സ്തോത്രമല്ലേ. നമുക്കല്ലേ, ഞാൻ എത്ര ദൈവദാസന്മാർ എത്ര അനുഭവിച്ചിട്ടുണ്ട്. ഒരു സഹോദരി വന്ന് പറയുന്നു, അല്ലേ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നില്ല. ദൈവദാസിൻ്റെ അകത്തും കൂടെ ഒരു തീ കത്തുകയാണ്. എത്രയോ ദിവസമായി തൻ്റെ കുഞ്ഞിൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവദാസ, ഞാൻ എൻ്റെ വീടിൻ്റെ വാടക കൊടുത്തിട്ടില്ല. 3 മാസത്തെ വാടക കൊടുക്കാത്ത ദൈവദാസനോടായി വന്ന് പറയുന്നത്. പക്ഷേ അതിരം തുറന്ന് പറയത്തില്ല. കാരണം ഹല്ലേലൂയ, സ്വർഗത്തിനറിയാൻ എന്താ ചെയ്യേണ്ടത്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, 100 രോഗം നിൻ്റെ ശരീരത്തിലിരിക്കുമ്പോഴും നിനക്ക് രോഗശാന്തി ശുശ്രൂഷ ചെയ്യാം. റീബാല ഹത്തുരാധകൻ ദൈവദാസന്മാർ ഇന്ന് രാത്രി അത് ഏറ്റെടുക്കുന്നു. നിൻ്റെ ആവശ്യങ്ങളൊന്നും സന്ധിക്കാത്തപ്പോഴും മറ്റുള്ളവരുടെ സമൃദ്ധിക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാം. നിൻ്റെ വേദനയും കണ്ണുനീരും നീ കൈലേസ് കൊണ്ട് ഒപ്പി മടുക്കുമ്പോഴും മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുന്ന ദൂത് നിനക്ക് പറയാം. കാരണം നിൻ്റെ വേദന 4 പേരറിയാതെ നിൻ്റെ വേദനയെ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് തിളങ്ങുന്ന നക്ഷത്രമാക്കി മാറ്റുന്ന ഒരു ദൈവകൃപ ഇന്ന് രാത്രിയുടെ വ്യാപരിക്കുന്നുണ്ട്. ചിലരുടെ വേദനയെ ഇന്ന് രാത്രി ദൈവം കൃപ കൊണ്ട് പൊതിയുന്നു. ചിലരുടെ മുള്ളുകളെ ഇന്ന് രാത്രി ദൈവം കൃപ കൊണ്ട് പൊതിയുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ from the top of the head to the tip of the toe you be saturated with the abounding grace of the Lord. എത്ര പേർ ആത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്യും? എൻ്റെ വേദന 4 പേരറിയാതെ, ഞാൻ അകത്തെ മുറിയിൽ അലറി കരഞ്ഞത് എൻ്റെ മുമ്പിൽ വരുന്നവരറിയാതെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യുന്നു. അവൻ എത്ര മഹാൻ! അവൻ എത്ര മഹാൻ എന്ന് നോക്കുക. വിശേഷാൽ ദൈവദാസന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒരു മഹത്വം വെളിപ്പെടുവാൻ യേശുവിൻ്റെ മഹത്വം തിരിച്ചറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. 3, യേശുവിന് ഹി ഹാസ് അതോറിറ്റി ആൻഡ് പവർ അപ്പോൺ ദ സൈറ്റൻ. പിശാചിൻ്റെ മേൽ അധികാരമുണ്ട്. അതേ അധ്യായം തന്നെ ലൂക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 26 മുതൽ വായിക്കുമ്പോൾ, യേശു ഗന്നേസര തടാകത്തുനിന്ന് ഗദരദേശത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ യൗവനക്കായ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. അവനെ ആർക്കും ബന്ധിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഇനി വിലങ്ങും ചങ്ങലയിട്ട് ബന്ധിച്ചാലും അവൻ അതിനെ ഉരുമി പൊട്ടിച്ച് കളയും. പാർപ്പ് എവിടെ? കല്ലറകളിലാണ്. അലറി വിളിച്ചുകൊണ്ട് നടക്കുന്ന അശുദ്ധാത്മ ബാധിച്ചൊരു പുരുഷൻ. എൻ്റെ ചിന്ത അതല്ല. അതിൻ്റെ 29-ാം വാക്യം എന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ പല കുഞ്ഞുങ്ങൾക്കും വേണ്ടി, ഐ വാസ് ഇൻ ദ ചിൽഡ്രൻ മിനിസ്ട്രി ഫോർ മെനി ഇയേഴ്സ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി മിനിസ്ട്രി ആയിട്ടുള്ളതാണ്. ഇപ്പോഴും എന്നെ ഭയപ്പെടുത്താറുണ്ട്. പല കുഞ്ഞുങ്ങളും പെന്തിക്കോസ്തിൽ ജനിച്ചു വളർന്ന നല്ല ആത്മീയ പൈതൃകമുള്ള ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെ മക്കൾ പലരും വഴിതെറ്റിപ്പോകുന്ന കാണുമ്പോൾ ഭയത്തോടെ നോക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഉത്തരമാണ് 8:29. ഇഫ് യു ക്യാൻ ടേൺ യുവർ ബൈബിൾ ടു ഹല്ലേലൂയ. ആ ഒറ്റ വാക്ക് പറഞ്ഞ് ചിലപ്പോൾ ഞാൻ അവസാനിപ്പിച്ചേക്കാം ഇന്ന് രാത്രി. 8:29 നാം ഇങ്ങനെ വായിക്കുന്നത്, യേശു അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ട് പോകുവാൻ കൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ വായിക്കുന്ന ഹല്ലേലൂയ. ലൂക്കോസ് 8:29 ഞാൻ പറഞ്ഞു. ലൂക്കോസ് 8:29 വായിച്ചു. അത് വളരെ കാലമായി അവനെ ബാധിച്ചു. ശ്രദ്ധിക്കണം, വിലങ്ങും ചങ്ങലയും ഇട്ട് അവനെ ബന്ധിച്ചു. അടുത്ത പദം, ഹി വാസ് ഡ്രിവൺ ബൈ ദ ഹല്ലേലൂയ ഡെവിൾ ഇൻടു ദ വിൽഡർനെസ്. അവനെ ആരാ കാടുകളിലേക്ക് ഓടിച്ചത്? ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുമായിരുന്നു. വീട്ടിൽ പാർത്തവൻ കാട്ടിൽ നിൽക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അശുദ്ധ ശക്തിയുണ്ട്. കൈയടിക്കേണ്ടവൻ കൈയടിക്കാത്തിടത്തേക്ക് പോയതിൻ്റെ കാരണം, വചനം വായിച്ചു കൊണ്ടിരുന്നവൻ കല്ലറയിൽ നിർജീവത്വത്തിലേക്ക് പോയതിൻ്റെ കാരണം. ഇന്ന് രാത്രി ചില ദൈവമക്കൾ ഒരുമിച്ച് ഈ അശുദ്ധാത്മാവിനെ ശാസിക്കാൻ പോകുകയാണ്. By faith I see some of our generation is going to be delivered from the clutches of the enemy. പിശാചിൻ്റെ പിടിയിൽ നിന്ന് ഇന്ന് രാത്രി ചിലത് പുറത്തു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. യേശുവിന് പിശാചിൻ്റെ മേൽ അധികാരമുണ്ട്. ദേവദാസൻ ഓർപ്പിച്ചല്ലോ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 2026 MBA കോൺഫറൻസിൽ യേശു പ്രത്യക്ഷനായിരിക്കുന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ? ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുമായിരുന്നു.
ഹല്ലേലൂയ. നന്നായി സൺഡേ സ്കൂൾ പഠിച്ച, നന്നായി വചനം പറഞ്ഞ, മനപ്പാട വാക്യം പറഞ്ഞവൻ ഇന്ന് ആരാധനയില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, കൃപയില്ലാത്ത, കല്ലറയിലേക്ക്, നിർജീവത്തിലേക്ക്, നാറ്റം വെക്കുന്നിടത്തേക്ക്, ഡ്രഗ്സിലേക്ക്, ആൽക്കഹോളിലേക്ക്, പാപത്തിലേക്ക് ഓടിയതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഡൊമിനേറ്റിംഗ് ടെറിട്ടോറിയൽ പവർ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനത് ആത്മാവിൽ കാണുന്നു. ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുമായിരുന്നു. ഭൂതം അവൻ്റെ അതരമടച്ചു. ഭൂതം അവൻ്റെ പാട്ട് നിർത്തി. ഭൂതം അവൻ്റെ അതരത്തിൽ ആത്മാവിൻ്റെ ദൂതിന് പകരം ജഡത്തിൻ്റെ ശബ്ദം കൊടുത്തു. ഭൂതം അവൻ്റെ അവയവങ്ങളിൽ വ്യാപരിച്ചു. ഭൂതം അശുദ്ധാത്മാവ് അവൻ്റെ കണ്ണുകളിൽ കയറി. ഭൂതം അവൻ്റെ ബുദ്ധിയിലേക്ക് കയറി. നന്നായി പഠിച്ചു വന്നവൻ പെട്ടെന്ന് നിന്നു പോകുന്ന പോലെ ബുദ്ധി നശിച്ചുപോയി. ഇന്ന് രാത്രികാലം ആത്മാവിൽ മടക്കിക്കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷ ദൈവസഭ ഏറ്റെടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എവരി പേരൻസ് ക്രൈ ഫോർ യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് രാത്രി ഭൂതം അവനെ വല്ലാതെ വ്യാപരിക്കുന്നു. പുറമേ ദോഷമില്ലെന്ന് വന്നേക്കാം, പക്ഷേ അകത്ത് വ്യാപരിച്ചിട്ട് അവൻ്റെ ഹൃദയത്തിൽ കയറി പറ്റിയിട്ട് അശുദ്ധ ചിന്തകൾ കൊണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കാതെ, ദൈവശാസന്മാരെ ആദരിക്കാതെ, ദൈവസഭയോട് വിരക്തി, ആരാധനയോട് വിരക്തി തോന്നി, മടുപ്പ് തോന്നി, വചനം തുറക്കാതെ അല്ലല്ല ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഇന്ന് രാത്രി ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുന്നു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചാൽ കല്ലറ വിട്ട് അവൻ ആരാധനയ്ക്ക് മടങ്ങി വരും. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആത്മശക്തി വ്യാപരിക്കുമ്പോൾ അഭിഷിക്തന്മാർ ഒരുമിച്ച് ശാസിച്ചാൽ ഇന്ന് രാത്രി നഷ്ടപ്പെട്ടു പോയ തലമുറ ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. ഞാനത് ആത്മാവിൽ കാണുന്നു. ഒരു കൂട്ടം തലമുറ, ഇതാ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു 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 തലമുറ. ഓ റബസി ഖരബലം തേരെ ശമനറി ഖരബലം തേരെ വൈഡമാനസിയാരബലം ധരാദഗനെ വൈഡബലം ധരാദഗന. ജീസസ്. പിശാചിന്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. ഇവൻ എത്ര മഹാനെന്ന് നോക്കണം. രണ്ട് ദൂത് ചേർത്ത് പറയാം അതിനോട്. ഒന്ന്, ഹല്ലേലൂയ, പെന്തിക്കോസ്ത് ഹല്ലേലൂയ, 120 പേർ ഒരു മുറിക്കകത്ത് ഹല്ലേലൂയ തടിച്ചുകൂടി എന്നാണ് പറയുന്നത്. 120 പേർ. മർക്കോസിന്റെ മാളിക മുറിയാണ് എന്ന് പറയുന്നുണ്ട്. സ്തോത്രം, ആയിക്കൊള്ളട്ടെ, ആരുടെ ആയിക്കൊള്ളട്ടെ. ഏതായാലും 120 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു മാളിക മുറിയല്ല. പിന്നീട് ഒരു ചരിത്രം പറയുന്നത് 13 തൊട്ട് 15 പേർക്ക് ഇരിക്കാവുന്ന മാളിക മുറി, അവിടെയാണ് യേശു അന്ത്യ അത്താഴം കഴിച്ചതെന്നാണ്. എന്തുമായിക്കൊള്ളട്ടെ, ഏതായാലും 120 പേർ ഒരു മനസ്പെട്ട് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അഗ്നിനാവായി ഇറങ്ങി വരുന്നു. അവരെല്ലാവരും ആത്മാവിൽ സംസാരിക്കുന്നു. പത്രോസ് എഴുന്നേറ്റ് ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൻ്റെ ഹല്ലേലൂയ രത്ന ചുരുക്കം ഇതാണ്. ഹല്ലേലൂയ, ഒത്തിരി സംഭവങ്ങളുണ്ടെങ്കിലും ഹല്ലേലൂയ ഒടുവിൽ യോവേൽ പ്രവചനം കോട്ട് ചെയ്ത് പറയുന്നു. ഹല്ലേലൂയ, അന്ത്യകാലത്ത് അല്ലെങ്കിൽ വൺ ഓഫ് ദീസ് ഡേയ്സ് ഐ ആം ഗോയിങ് ടു pour out my spirit upon all generation. ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അതിനകത്ത് ദൂത് പറഞ്ഞു, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. അവിടെ ഇരുന്ന എല്ലാവരും ഈ പ്രസംഗം കേട്ടു. ഞാനും ഉണ്ടെന്ന് വെച്ചു, ഞാനും പ്രസംഗം കേട്ടു, നിങ്ങളും കേട്ടു. പക്ഷെ ഒരു ദൈവദാസൻ തീരുമാനിച്ചു, ഇതെനിക്കുള്ള ദൂതാണല്ലോ, എൻ്റെ മക്കൾ പ്രവചിക്കുമെന്ന് ഈ ദൈവദാസൻ ആത്മാവിൽ ദൂത് പറയുന്നു. ദൈവദാസൻ പറഞ്ഞ കണക്ക് he began to receive that word. ഹല്ലേലൂയ. സംഭവം മുന്നോട്ട് പോയി. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിലെത്തുമ്പോൾ അപ്പോസ്തലനായ പൗലോസും കൂട്ടരും ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ്റെ വീട്ടിൽ ചെന്നു. അല്ലല്ലേ, അവൻ 120 പേരുടെ കൂട്ടത്തിൽ ഇരുന്നവനും 7 പേരിൽ അഭിഷേകം പ്രാപിച്ചനുമാണെന്ന് വചനം പറയുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ കന്യകമാരായി പ്രവചിക്കുന്ന 4 പെമ്മക്കൾ. ആരുടെ വീട്ടിലെ? ഫിലിപ്പോസിൻ്റെ വീട്ടിൽ. അന്ന് പറഞ്ഞ ദൂത് എനിക്കാണെന്ന് ഏറ്റെടുത്തവൻ്റെ 4 പെമ്പിള്ളാരും വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അവർ പ്രവാചകിമാരായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, എൻ്റെ കുഞ്ഞു പ്രവചിക്കുമെന്ന് പറഞ്ഞാട്ട് വാ തുറന്ന് പറയുന്നത്, എൻ്റെ കുഞ്ഞു പ്രവചിക്കും, എൻ്റെ മകൻ ഭൂതശാന്തി ചെയ്യും, രോഗശാന്തി ചെയ്യും, പട്ടണം അറിയപ്പെടുന്ന ദൈവദാസനായി മാറും. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. കാരണം ഇവൻ എത്ര മഹാൻ. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഒരു കാഴ്ച ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഞാൻ പറഞ്ഞില്ല, ഒരുക്കിക്കൊണ്ടുവരുന്ന പ്രസംഗങ്ങളൊന്നുമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആത്മാവ് നയിക്കുന്ന പോലെ അങ്ങോട്ട് പോകുന്നത്. എല്ലാ പോയിന്റും പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി അല്ലെങ്കിൽ പ്രവാചകൻ്റെ അടുക്ക് വന്ന് പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ, അയ്യോ എൻ്റെ ദാസനായ അല്ലെങ്കിൽ അങ്ങയുടെ ദാസനായി എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അവൻ യഹോവ ഭക്തനെ ആയിരിക്കും നീ അറിയുന്നവൻ. സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സഹോദരിക്ക് 2 ആൺമക്കൾ. 2 ആൺമക്കളെ ഇപ്പം കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുക. ഹല്ലേലൂയ. ആ കടക്കാർക്ക് ഇപ്പം ആരേ മതി? വാ തുറന്ന് പറഞ്ഞാട്ട്. ഈ വാ തുറന്ന് പറഞ്ഞുള്ള ഗുണം നിങ്ങൾ കേട്ടെന്ന് എനിക്ക് ഉറപ്പ്. നിങ്ങളുടെ ഉറക്കം പോകും. അപ്പം എന്താ പറ്റി? 2 ആൺമക്കളെ ഉള്ളൂ. അപ്പോൾ ഈ കടക്കാരൻ കുറച്ച് നാളായിട്ട് ആരെ നോട്ടം വെച്ചിരിക്കുക? ഈ 2 പിള്ളേരെ കിട്ടിയാൽ നല്ലതായിരുന്നല്ലോ. എൻ്റെ വീട്ടിൽ അടിമപ്പണി ചെയ്യിക്കാം. ഹല്ലേലൂയ. എൻ്റെ ചന്തയിൽ ഇവന്മാർ ജോലി ചെയ്യും. നോട്ടം വെച്ചിരിക്കുക 2 തലമുറകൾ. ചില ദിവസങ്ങളായി വീടിൻ്റെ വാതിക്കൽ വന്ന് മുട്ടുകയാണ്. അവസരം കിട്ടിയാൽ 2 തലമുറകളെ പിടിച്ചുകൊണ്ട് പോകുവാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവൾ ഓടി വന്നിട്ട് ഹല്ലേലൂയ വന്ന് പറഞ്ഞു, യജമാനനെ എൻ്റെ 2 മക്കളെ കടക്കാരൻ കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. ഇനി നിങ്ങളൊരു കാഴ്ച ചിന്തിക്കുകയാണ്. ഇങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ വാതിക്കലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കക്കാരൻ്റെ വാതിക്കലാണ്. ഞാനിത് പറയാൻ വേണ്ടി ഏറ്റവും സ്ലോ ഡൗൺ ചെയ്തു. ഒറ്റ ശാസ്ത്രി പറഞ്ഞ് നിർത്താനുള്ളതേ ഉള്ളൂ. ഒരു നോട്ടീസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഒരു ഡേറ്റ് വെച്ചിട്ട്, വീടിൻ്റെ ജപ്തി പോലെ തന്നെ. ഈ വീട്ടിലെ സോനുവിനെയും സോബുവിനെയും 2 പേര്, അല്ലെങ്കിൽ എൻ്റെ ഷിബുവിനെയും സജുവിനെയും, ഇനി നിങ്ങൾ ആർക്കും പണക്കൊന്നുമില്ലല്ലോ, ഞങ്ങൾ 2 പേരെ ആര് പിടിച്ചുകൊണ്ട് പോകാൻ പോയാ? വാ തുറന്ന് പറഞ്ഞാട്ടെ. കടക്കാരൻ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ എന്നും അയൽവക്കക്കാർ രാവിലെ ജനൽ തുറന്ന് നോക്കുന്നത് എന്തോ കാണാൻ വേണ്ടിയാണ്. എന്താ പാസ്റ്ററെ, ജെയിംസ് പാസ്റ്ററെ, എപ്പോൾ യുവമാരെ കെട്ടിക്കൊണ്ട് നന്നായിട്ട് സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആൾക്കാർ നോക്കുന്നത്, അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തിയിരിക്കുന്നതൊക്കെ 73-ാം സംഗീതം പറയുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം ഇതാണ്. ഹല്ലേലൂയ. അപ്പം ഈ 2 പേരെയും കെട്ടിക്കൊണ്ട് പുറത്ത് കൊണ്ടുപോകും. ഇവൻ്റെ വിവാഹം നടക്കത്തില്ല, ഇവളുടെ വിവാഹം നടക്കത്തില്ല, ഇവർക്കൊരു നന്മയുണ്ടാകത്തില്ല. പിശാച് ഇവരെ പിടിച്ചുകൊണ്ട് പോകും. ഇത് കാണാൻ വേണ്ടി എന്നും രാവിലെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നല്ല അയൽവക്കക്കാരാ, പക്ഷെ അവർക്കൊരാഗ്രഹം, അവരുടെ വിചാരം അനുസരിച്ച് ഈ തലമുറകളെ പിടിച്ചുകൊണ്ട് പോകും. ഇതാണ് അവരുടെ സ്വപ്നം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ സഹോദരി ഒന്ന് പറഞ്ഞു, ഇങ്ങനൊരു വിഷയമുണ്ട്. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നിൻ്റെ വീട്ടിൽ നിനക്ക് എന്തോ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു, അങ്ങനെയൊന്നും എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ വിറ്റൊന്നും ചെയ്തേനെ, റേഷൻ കടയിൽ കൊടുത്തേനെ. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ആലോചിച്ചു. ഒരു ചരിത്രം കൂടെ ചേർത്താണ് ഈ ദൈവദാസന്മാർ പറയുമ്പോൾ ചരിത്രം കൂടെ പറയും. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഇവിടെ ചോദിക്കാതെ അങ്ങ് പള്ളി പറഞ്ഞതിൻ്റെ കാരണം പള്ളിയിലാകുമ്പോൾ പിന്നെ തിരിച്ചു ചോദിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ പുറത്തോട്ട് ഇങ്ങോട്ട് ചോദിച്ചേക്കരുത്. ഒരു ചരിത്രം പറയുന്നതല്ലേ, പഴയ കാലത്ത് പ്രവാചകന്മാർ അഭിഷേകത്തിന് കൊണ്ടുപോകുന്ന ഒരു ഫ്ലാസ്ക് ഓഫ് ഓയിൽ എന്നാണ് എബ്രായ ഭാഷയിൽ. അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്, ഒരു ഫ്ലാസ്ക് ഓയിൽ. ഇതിൻ്റെ അർത്ഥം വലിയ ജാറല്ല, ചെറിയ കുപ്പിക്കകത്ത് എന്തോ ഉണ്ട്, അല്പം തൈലം ഇരിപ്പുണ്ട്. എന്തിനാണെന്നറിയാമോ? പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ഈ ബൈബിൾ നോട്ട് ബുക്കും കൊണ്ടുപോകുന്ന കണക്ക് അന്നത്തെ കാലത്ത് തൈലക്കൊമ്പിൽ അഭിഷേക തൈലവുമായിട്ട് ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സാധനമാണ്. അച്ചായ മരിച്ചതോടുകൂടി ഇത് മൂലയ്ക്ക് മാറ്റി വെച്ചിരിക്കുക. പറയുന്നത് മനസ്സിലാകുന്നുണ്ടേ? അച്ചായ മരിച്ചതോടുകൂടി ഇത് മൂലയ്ക്ക് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ അമ്മാമ്മ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എല്ലാം വിറ്റ് തുലച്ചു, ഇനിയിപ്പോൾ ഉള്ളത് ശുശ്രൂഷ ആക്കി വെച്ചു പോയത് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറയാൻ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പം മരിച്ചെന്നോ അമ്മ മരിച്ചെന്നോ ഓർത്തുകൊണ്ട് ശുശ്രൂഷ തീരുന്നില്ല കേട്ടോ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അതവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അല്പമേ ഉള്ളൂ, അത് മതിയെന്നേ പ്രവാചകന് മനസ്സിലായി. ഈ അല്പം ഒന്ന് പറയാൻ വേണ്ടിയാ നിന്റെ വീട്ടിൽ ഇന്ന് രാത്രി സ്വർഗം ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഇതുള്ളൂ. വൻകാര്യങ്ങളൊന്നും പറയാൻ അതരത്തിലില്ലായിരിക്കാം. പ്രസംഗിച്ചതിൻ്റെ ചരിത്രം പറയാനോ പോയ രാജ്യങ്ങളുടെ പേര് പറയുവാനോ കൊടുത്തതിൻ്റെ കണക്ക് പറയാനില്ലായിരിക്കാം. പക്ഷെ ആരും അറിയാതെ നീ മറച്ചു വെച്ചിരിക്കുന്ന ആ കണ്ണുനീരിൻ്റെ കുപ്പിയും കൊണ്ടുപോവാ. ഹസ്തരാധകൻ, നിനക്ക് ആ ദർശനം ഉണ്ടല്ലോ, ആരും കാണാത്ത ദർശനം ഇങ്ങോട്ട് കൊണ്ടുവരാനാ പറയുന്നത്. ആരും കേൾക്കാത്ത ഒരു ദൈവശബ്ദമുണ്ടല്ലോ, അതിങ്ങ് കൊണ്ടുവരിക. അതിൻ്റെ വലിപ്പമല്ല വിഷയം, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദൈവകൃപയുടെ ജ്വലനമുണ്ട്. ഇന്ന് രാത്രി കാര്യം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മടുത്തുപോയത്, മറന്നുപോയത്, ഇനിയും ഇല്ലെന്ന് പറഞ്ഞത് അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. വീട്ടിൽ ചെല്ല്, പാത്രമൊക്കെ വാങ്ങി. നമ്മുടെ സന്ദേശമില്ല, അത് വേണേൽ 1.5 മണിക്കൂർ പ്രസംഗിക്കേണ്ട പ്രസംഗമാണ്. അതൊന്നുമല്ല എൻ്റെ വിഷയം. അങ്ങനെ പിള്ളേരും കൂടെ ചേർന്ന് മുറിക്കകത്ത് കയറി ഇരുന്നുകൊണ്ട് വായ്പ വാങ്ങിച്ച പാത്രം നിറച്ചിങ്ങനെ എണ്ണ പകരുകയാണ്. എനിക്കങ്ങ് അതിശയമായി. ഈ കൊച്ചു കുപ്പിയിൽ നിന്നാണോ ഇത് എത്ര എണ്ണ ഒഴുകുന്ന നിലയിൽ? ചിലരെയൊക്കെ കണ്ട ഇങ്ങനെ തോന്നില്ലയോ, ആകെ ഇത്രയേ ഉള്ളൂ, ഈ വായിൽ നിന്നാണോ ഇതൊക്കെ വരുന്നതെന്നൊക്കെ ചോദിക്കത്തില്ല. അതുപോലെ അത് ആത്മീയമാണേലും ജഡീകമാണേലും എന്തും ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ എണ്ണ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്കങ്ങ് ആവേശം മൂത്തുന്നേ. അത്ഭുതം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഉഴപ്പന്മാർക്കൊക്കെ ആവേശം വരും. അമ്മച്ചി പറഞ്ഞു, ഒരു പാത്രം കൂടെ എന്ത് ചെയ്യുക,
ആദ്യമേ എണ്ണം എടുത്താണെന്ന് ചാക്കോച്ചൻ്റെ വീട്ടിൽ നിന്ന് മറിയാമ്മയുടെ ചിന്നമ്മയുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച് തിരിച്ചു കൊടുക്കണ്ടല്ലോ ഈ പാത്രമൊക്കെ. കണക്കെടുത്ത് എന്നിട്ടും പറയോ ഇനി ഒരു പാത്രം കൂടെ. അപ്പോൾ പിള്ളേർ പറഞ്ഞ് പാത്രം ഇല്ല, എണ്ണയും തീർന്നു. ഇനി ആ കാഴ്ച ശ്രദ്ധിക്കേണ്ടത്. ഇന്നലെ നമ്മൾ ആ വീടിൻ്റെ വാതിൽക്കൽ കണ്ട ബോർഡ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. സ്തോത്രം, ഹൗസ് ഫോർ സെയിൽ. ഇല്ലെങ്കിൽ 2 കൈയും ചങ്ങലയിട്ടുകൊണ്ട്, കാലിൽ ചങ്ങലയിട്ടുകൊണ്ട് 2 കൗമാരപ്രായക്കാരായ ആൺകുട്ടികളെ അടിമച്ചന്തയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച സ്വപ്നം കണ്ട ഈ അയൽവക്കക്കാർ ഇന്നൊരു കാഴ്ച കാണുന്നു. എണ്ണ ചുമന്നുകൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളെ. എത്ര പേർക്ക് ആത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റും? ഇതാ നിന്റെ വീടിന്റെ പുറത്തേക്ക് ഇനി പോകാവുന്ന കാഴ്ചകൾ. ഹൗസ് ഫോർ സെയിൽ അല്ല, ഇനി ഓയിൽ ഫോർ സെയിലാണ്. എണ്ണ ചുമന്നുകൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങൾ. നീ പോയി വിറ്റ് ഉപജീവനം കഴിച്ചുകൊള്ളുക. കെട്ടപ്പെട്ടു കൊണ്ടുപോകും, പിടിച്ചു കൊണ്ടുപോകും. പിന്തുടരുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് അഭിഷേകത്തിന്റെ കലം ചുമക്കുന്ന, അഭിഷേകത്തിന്റെ വചനം ചുമക്കുന്ന, അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചുമക്കുന്ന തലമുറ പുറത്തു വരുമെന്ന് ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ അതിന് ആമേൻ പറയും? യേശുവിന് പിശാചിന്റെ മേൽ അധികാരമുണ്ട്. യേശുവിന് പിശാചിന്റെ മേൽ അധികാരമുണ്ടെന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ തലമുറകൾ അങ്ങനെ എണ്ണ ചുമന്ന് പുറത്തേക്ക് പോകുമെന്ന് വിശ്വാസത്തോടെ കാണണം. യേശുവിന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ലൂക്കോസ് 8:43 മുതൽ വായിക്കുമ്പോൾ 12 വർഷമായി രക്തസ്രാവം ബാധിച്ച സ്ത്രീ യേശുവിനെ തൊടുന്നതും യേശുവിൻ്റെ സ്പർശനം അനുഭവിക്കുന്നതും അവൾ സൗഖ്യമാകുന്നു. രോഗശാന്തിയെക്കുറിച്ച് ഞാൻ ഇന്ന് രാത്രി തൊടുന്നില്ല. 5-ാമത്തെയും കൂടെ പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എൻ്റെ അവസാന വാക്യം ലൂക്കോസ് 5:53 മുതൽ 58 വരെ. യേശുവിന് മരണത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. യായിറോസിൻ്റെ 12 വയസ്സുള്ള മകൾ മരിച്ച് കിടക്കിയോട് അമർന്ന് കിടക്കുകയാണ്. അവളെ അല്ലെ ഉയർപ്പിക്കുന്ന ആ ശുശ്രൂഷ, അതല്ല നമ്മുടെ ചിന്ത. യേശുവിന് മരണത്തിൻ്റെ മേൽ അധികാരമുണ്ട്. മരണമെന്ന് പറയുമ്പോൾ മനുഷ്യന് ഏറ്റവും ഭയമുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഹല്ലേലൂയ. എനിക്ക് ആരെയും പേടിയില്ലെന്ന് പറഞ്ഞാൽ എന്തിനെ പേടിയാണ്? അതിന് തെളിവാണ് നമ്മൾ സമയമാം രഥത്തിൽ സഭായോധന പാടാറേ ഇല്ല അല്ലേ. അതെല്ലാം പാവം നാഗൽ സാഹിബ് ജീവിച്ചിരുന്നപ്പോൾ 33-ാമത്തെ വയസ്സിൽ സന്തോഷം കൊണ്ട് എഴുതി. അത് എഴുതി കഴിഞ്ഞിട്ടാണ് പുള്ളി മരിച്ചു പോയത്. നമുക്ക് എങ്ങനെയോ ഒരു പേടിയുണ്ട്, ഇത് എഴുതി കഴിഞ്ഞാൽ അതോടെ ആയുസ് തീരുമെന്ന്. കാരണം ആകെ അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാന്. പിന്നെ അതുകൊണ്ടാണ് നമ്മളിത് പാടാത്തത്. പിന്നെ മഞ്ചത്തിലോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുമ്പോഴേ ഈ പുള്ളിയെ നോക്കിയാൽ നമ്മളിത് അവർക്കുള്ള പാട്ടല്ല, നമുക്കുള്ള പാട്ടാണ്. കാരണം നമുക്ക് മരണഭീതിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര മസിൽ പിടിച്ചാലും എല്ലാവർക്കും എന്തുകൊണ്ട്? എന്തൊരു ധൈര്യശാലികളാണ്. ഹല്ലേലൂയ. മരണഭീതിയുണ്ട്. പക്ഷേ യേശു നമുക്ക് തന്ന ഒരു വിടുതലാണ് മരണഭയം മാറ്റി. എബ്രായലേഖനം തന്നെ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഹല്ലേലൂയ മരണത്തിൻ്റെ അധികാരിയെ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എന്നേക്കും മരണഭീതിയിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തു? വിടുവിച്ചു. നമുക്ക് മരണഭീതിയില്ല. അത് ശ്രദ്ധിക്കണമല്ലേ. കാരണം മരണത്തിനപ്പുറത്ത് എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമുക്ക് മരണഭീതി ഇല്ലാത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ മരണഭീതി മാറണം. ഈ മരണഭീതി ഉള്ളത് കൊണ്ടാണ് പലതിലും നമ്മൾ പരാജയപ്പെടുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി മരണത്തിന്മേൽ ഒരു ജയം നമുക്കുണ്ട്. ഞാൻ പറയുന്നത് ഹല്ലേലൂയ ശരീരമരണത്തിൻ്റെ കാര്യമല്ല ഈ പറഞ്ഞു വരുന്നത്. മണ്ണിൽ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുമെന്ന ഒരു വലിയ വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. ഇത് നമുക്ക് തന്നത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അവൻ എത്ര മഹാനെന്ന് പറയുന്നത്. കല്ലറയ്ക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. പിശാചിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. യഹൂദന്മാരുടെ കാരിലും വാണികൾക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. കാരണം യേശു മരണത്തെ ജയിച്ചു. ഇന്ന് രാത്രി ഇവൻ എത്ര മഹാനെന്നറിയണം. ഈ മഹത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തികളായി നമ്മൾ ജീവിക്കത്തില്ല. അതാണ് അസാധാരണ ജീവിതം. ദൈവദാസൻ അത് തുടങ്ങി വെച്ചു. കാരണം നോഹയെ ദൈവം കൃപ കൊണ്ട് പൊതിഞ്ഞതിൻ്റെ കാരണം പുതിയ പണിക്ക് വേണ്ടിയാണ്. വളരെ മനോഹരമായിട്ടാണല്ലോ പ്രിയ ദൈവദാസൻ അത് അവതരിപ്പിച്ചത്. എന്നെ അവിടെ അത് കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് ആവേശം തോന്നി. ഈ നോഹ ഏകദേശം 100 വർഷമായിരിക്കാം, 120 എന്നൊക്കെ പറയുന്നുണ്ട്, 100 വർഷം എന്നായിരിക്കാം അതിൻ്റെ ഏകദേശ കണക്കെടുത്ത് പ്രസംഗിച്ചു. ഈ പിള്ളേരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. 3 പിള്ളേർ, നമ്മൾ കുഞ്ഞുങ്ങളോട് ചേർത്തല്ലേ പറയുന്നത്, ഷേം, ഹാം, യാഫേത്ത്. ഈ പിള്ളേർ 100 വർഷം ഉണ്ടായിരുന്നു. ഏകദേശം 100 വയസ്സ് ചെയ്താലും അവർ കണ്ടല്ലോ. ആര് പിന്നെ രാവിലെ അപ്പൻ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ മഴുവെടുക്കുന്നു, കാട്ടിലേക്ക് പോകുന്നു, പണിക്കാരും കണ്ടേക്കാം പോകുന്നു, മരം വെട്ടുന്നു. എനിക്ക് തോന്നുന്നില്ല ഇത്രയും നാളൊക്കെ ക്ഷമിക്കാനും സഹിക്കാനുള്ള കൃപ എനിക്കൊന്നും തോന്നുന്നില്ല. പക്ഷേ എന്നാലും അവർക്കറിയായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കും. അതുകൊണ്ടല്ലേ പെട്ടകം പണിയുന്നിടം വരെയും വിശ്വാസത്തിൽ നിന്നും അകത്ത് കയറുകയും ചെയ്തത്.
ഇതാ പറയാൻ വന്നത്, നാം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നങ്കൂരമിട്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറ നമ്മോടൊരുമിച്ച് കയറത്തുള്ളൂ. പുനരുത്ഥാനത്തിൻ്റെ വിശ്വാസ പ്രത്യാശയിൽ ദൈവസഭ ഈ ദിവസങ്ങളിൽ കടന്നു വരണം. ഈ മണ്ണിലോട്ട് ജനത്തെ ആകർഷിക്കുകയേ ചെയ്യരുത്. ദൈവം തന്ന ബിസിനസ് ചെയ്തു കൊള്ളണം, ദൈവം തന്ന ജോലി ചെയ്യണം, എല്ലാം ഈ മണ്ണിലുള്ളതാണ്. അതിനൊന്നും നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇതെല്ലാം മണ്ണിലേ ആകാവൂ, മനസ്സിനകത്ത് വേര് പിടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇവൻ എത്ര മഹാനെന്ന് നോക്കണം. ഇനി ആ കല്ലറ വാതിക്കലേക്ക് ചെന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അതിരാവിലെ കല്ലറക്കിലേക്ക് ചെല്ലുന്ന സഹോദരിമാർ കണ്ട കാഴ്ച ഒഴിഞ്ഞ കല്ലറയാണ്. അതിൻ്റെ അർത്ഥം മരണത്തിനവനെ ഡെത്ത് കുഡ് നോട്ട് ഹോൾഡ് ചെയ്യുമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. മരണത്തിനവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ വേഗം അവസാനിപ്പിക്കുകയാണ്. മുന്നോട്ടൊരു യാത്രയുണ്ടെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിച്ചായിരിക്കണം. ഹല്ലേലൂയ. മുന്നോട്ടൊരു യാത്രയുണ്ടെങ്കിൽ ദൈവവചനത്തിൽ ആശ്രയിച്ചായിരിക്കണം. കാരണം അവൻ എത്ര കൂടെ നിൽക്കുന്നവൻ്റെ വലിപ്പം അറിഞ്ഞു വേണം ദൈവമക്കൾ മുന്നോട്ട് പോകുവാൻ. ഏലിയാവിന് കിട്ടിയ ഒരു മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ഭാഷ പറഞ്ഞാൽ ഇന്ന് രാവിലെ എല്ലാവർക്കും മനസ്സിലാകുന്നത്. നമ്മുടെയൊക്കെ പിള്ളേർ വീട്ടിലാണെങ്കിൽ മോനേന്ന് വിളിച്ചാലൊന്നും കേൾക്കത്തില്ല. എന്നാൽ ടെക്സ്റ്റ് വേറെ ആരെയും ചോദിച്ച ഉടനെ ഡാഡി ഐ എം ഹിയർ എന്ന് പറയും. അടുത്ത മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും വിളിച്ചാലൊന്നും കേൾക്കത്തില്ല. ഒരു ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കാലം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഏലിയാവ് കർമ്മേലിലെ ഭയങ്കര ശുശ്രൂഷയൊക്കെ, എന്തോ കൃപാവര ശുശ്രൂഷയൊക്കെ ആയിരുന്നു അറിയാമോ. പാലിൻ്റെ പ്രവാചകന്മാരെ വെട്ടുന്നു, കൊല്ലുന്നു, അല്ലടിയ ആകാശത്ത് നിന്ന് തീ ഇറങ്ങുന്നു, ഭയങ്കര സന്തോഷം, മഴ പെയ്യുന്നു, ഭയങ്കരം. അപ്പോഴാണ് ആൻറ്റി ഒരു ടെക്സ്റ്റ് അയച്ചത്, നാളെ ഈ നേരത്ത് നിൻ്റെ തല കാണത്ത് ഇല്ലെന്ന്. പുള്ളി അതൊന്ന് നോക്കി ഒരൊറ്റ ഓട്ടം കൂടായിരുന്നു. ചിലർക്ക് ഇങ്ങനെയൊക്കെയാണ്, അല്ലല്ലിയ പൂത് കളയാനൊന്നും പേടിക്കത്തില്ല, പക്ഷെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ പേടിയാണ്. അല്ലല്ലിയ കൃപയും കൃപാവരും ഒക്കെ ജ്വലിപ്പിക്കുക. അച്ചാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ മുഖം അങ്ങ് വാടിപ്പോകും. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ഏലിയാവിൻ്റെ കാര്യം. അങ്ങനെ നിരാശപ്പെട്ട് ഇങ്ങനെ പോയി ഒരു ബാല്യക്കാരനെ കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു, കുഞ്ഞെ പിന്നെ നീ പൊക്കോളം പറഞ്ഞിട്ട് ചൂരച്ചിരിയുടെ തണലിൽ കിടക്കി. ഇതോടെ പറയുമ്പോൾ കേട്ടോണം കേട്ടോ. അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പുള്ളിക്ക് മരിക്കണമെന്ന് ആഗ്രഹമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കിനി ജീവിക്കാൻ ഒരു താല്പര്യവും ഇല്ലെന്ന്. അന്നങ്ങ് എടുത്തായിരുന്നെങ്കിലോ ഇന്നിവിടെ വരാൻ പറ്റുമായിരുന്നു. പറ്റത്തില്ല. അതുകൊണ്ട് എടുക്കാൻ ഞാൻ സ്വതന്ത്രം പറഞ്ഞാൽ അല്ലേ. അന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ എത്രയോ പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ല. എനിക്ക് മതി കർത്താവേ, ഈ ജോലി ചെയ്ത് മടുത്തു. പിറ്റേ രാവിലെ ഒഴുകിപ്പോകും. എന്താ? ജീവിക്കാൻ കൊതിയുള്ളത് അതുകൊണ്ടാണ്. അങ്ങനെ ഏലിയാവ് മതി എന്ന് പറഞ്ഞ് ആ കടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ ആര് വന്നിരിപ്പുണ്ട് അടുത്ത്? നിങ്ങൾ തന്നെ പറഞ്ഞോട്ടെ, ഉറക്കം പോകാൻ വേണ്ടിയാ ആര് വന്നിരിപ്പുണ്ട്? അപ്പോൾ അവൻ കിടന്ന് ഉറങ്ങട്ടെ, നമ്മൾ ഉണർന്നിരിക്കുമല്ലേ. ദൂതം വന്ന് അടുത്തിരിപ്പുണ്ട്. പുള്ളി തട്ടി എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, റൊട്ടി തിന്നാൻ പറഞ്ഞു. അതാണ് എന്നെ ചിന്തിപ്പിച്ച ചിന്ത. സ്തോത്രം. സത്യത്തിൽ 2.5 വർഷം എങ്ങനെ ആഹാരം കഴിച്ചത്? കാക്ക പറഞ്ഞു കൊടുക്കുമായിരുന്നു. രാവിലെ അപ്പവും ഇറച്ചിയും, ഉച്ചയ്ക്ക് ഉപവാസം, വൈകിട്ടപ്പവും ഇറച്ചി. പുള്ളിക്ക് അപ്പവും ഇറച്ചിയാണ് ഇഷ്ടമെന്ന് ദൈവത്തിനറിയാം. പത്രോസിന് മീനാണെന്നറിയാം. അതുകൊണ്ട് വറുത്ത മീൻ കൊടുത്ത്. നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് ആർക്കറിയാം? ആഹാരം കൊടുക്കുമ്പോൾ പോലും ദൈവത്തിനറിയാം അല്ലേ, കപ്പ മീനുമാണ് അത് തരുന്നിരിക്കുമെന്ന്. വിഷമിക്കണ്ട. അങ്ങനെ കൊടുത്തു അല്ലേ. ആ കാക്ക വന്നാൽ മതിയല്ലോ ഇവിടെ. കാരണം ഏലിയാവിന് സ്ട്രേഞ്ചർ അല്ലല്ലോ കാക്ക. 2.5 വർഷം അല്ലല്ലേ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച ഹോട്ടലിൻ്റെ പേര് മറക്കത്തൊന്നുമില്ല. ആ കാക്ക വന്നാൽ മതി. ഇനി സാരേഭാഗത്തിലെ മോൻ അവിടെ ഉണ്ടല്ലോ. പണ്ടല്ലേ കൊച്ചു കുഞ്ഞായിരുന്നു, അവൻ കുറച്ച് വളർന്നു, പിന്നെ മരിച്ചു, എഴുന്നേൽപ്പിച്ചു. അന്നത്തെ കലത്തിലെ മാവും ഇന്നും അവിടെ ദോശയുണ്ട് വീട്ടിൽ, പിന്നെ പട്ടിണിയില്ല. ആ ചെറുക്കൻ്റെ കൊടുത്ത് വിട്ടാൽ മതിയല്ലോ. കാരണം അവിടെയും 2 വർഷം താമസിച്ചാണല്ലോ. പക്ഷേ ഈ പ്രശ്നത്തിന് ഈ മനുഷ്യൻ്റെ കൈ കൊണ്ട് തൊട്ടാ അട പതിയാകത്തില്ല. ഇതാ സന്ദേശം. ഇവൻ എത്ര മഹാനെന്ന് നോക്കണം. ഇന്ന് രാത്രികാലം മനുഷ്യൻ്റെ വാക്കുകൾക്ക് പരിഹരിക്കുവാൻ കഴിയത്തില്ല. കാക്ക പറന്നു വന്നാലോ ഹല്ലേലൂയ, വിധവയുടെ വീട്ടിലെ കലത്തിലെ ദോശ കൊണ്ടോ തീരുന്ന വിഷയമല്ല. മനുഷ്യൻ്റെ കൈതൊടാത്തൊരട തന്നെങ്കിൽ മാത്രമേ ഇന്ന് രാത്രി എൻ്റെ ജനത്തിൻ്റെ ക്ഷീണം മാറത്തുള്ളൂ. ആത്മാവിൽ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അവിടെ ഒരു സന്ദേശം കൂടെ നിനക്ക് ഏറിയ ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. 2 മെസ്സേജാണ് ഞാൻ കൈമാറിയത്. ഒന്നാമത്തെ ടെക്സ്റ്റ്, ഒന്നാമത്തെ മെസ്സേജ്, ബൈ ടുമോറോ ദിസ് ടൈം യുവർ ഹെഡ് വിൽ ബി ചോപ്ഡ്. നാളെ ഈ നേരത്ത് നിൻ്റെ തല കാണത്തില്ലെന്നൊരു സന്ദേശം. അതിനെ വെല്ലുന്ന വേറൊരു സന്ദേശം, ഏറിയ ദൂരെ യാത്ര ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ഏത് വിശ്വസിക്കും? ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ഭീഷണി വിശ്വസിക്കുമോ? അത്യുന്നതൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുമോ? എല്ലാ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളടച്ചാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ 2 ദൂതുകൾക്ക് മുമ്പാകെ നിങ്ങളൊന്ന് തലവണക്കിയാട്ട്. നിങ്ങൾ കേട്ട, ചെവിയിൽ മുഴങ്ങുന്ന, നിരാശപ്പെടുത്തി മനസ്സുമടുത്തിയ അല്ലല്ലേ ഈ ലോകത്തിൻ്റെ സന്ദേശം, ഇസബേലുമാരുടെ വാക്കുകൾ, ലോകത്തിൻ്റെ പ്രതിയോഗിയുടെ ശബ്ദങ്ങൾ നിങ്ങളുടെ മനസ്സും അടുപ്പിച്ചിട്ട് ചൂരച്ചെടിയുടെ കണ്ണനിൽ കൃപാവരമുള്ള ശുശ്രൂഷകൻ പ്രാർത്ഥിച്ചാൽ അഗ്നി ഇറക്കുന്ന, പ്രാർത്ഥിച്ചാൽ ആകാശം ഇടക്കുന്ന, പ്രാർത്ഥിച്ചാൽ ആകാശം തുറക്കുന്ന, ആഹാബിൻ്റെ രഥങ്ങൾക്ക് മുമ്പിൽ ശരവേഗത്തിൽ പായുന്ന ഈ അഭിഷിക്തൻ്റെ യോർദാൻ്റെ വൻകരകളെ മുറിക്കുവാൻ നിയോഗമുള്ളവൻ്റെ കാലുകളെ മന്ദീഭവിച്ച് മനസ്സും അടുപ്പിച്ച് കണ്ണടപ്പിച്ച് കൈകുറുകി അല്ലെങ്കിൽ കിടത്തിക്കളഞ്ഞ ഈ ദൂതിൻ്റെ മുമ്പാകെ ഇതാ സ്വർഗത്തിൻ്റെ ഒരു സന്ദേശം
ഹല്ലേലൂയ, ദ ജേർണി ഈസ് ടു ഗ്രേറ്റ് ഫോർ യു. ഏറിയ ദൂരം പോകാനുണ്ടെന്ന് എല്ലാ കണ്ണുടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇവൻ എത്ര മഹാനെന്ന് നോക്കിയാട്ടെ. താഴെ കിടക്കുന്ന ഒരു ഭക്തനു വേണ്ടി തൻ്റെ ദൂതനെ അയച്ച് കൃപ വെളിപ്പെടുത്തിയ ദൈവം നീ കിടക്കുന്നിടത്തേക്ക് തൻ്റെ ദൂതനെ അയക്കുന്നവനാണെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? റീബാല ഹസ്തരാധകന. ഇസ്രയേലിൽ 7000 പേരുണ്ട്, ആരും ഇവൻ്റെ അടുക്കൽ വരുന്നില്ല. ലോകത്തിൽ എത്രയോ പേര് കണ്ടേക്കാം, ആരും അടുത്ത് വരുന്നില്ല. ഇന്ന് രാത്രി ഇതെൻ്റെ അനുഭവമാണെന്ന് എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാം? ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോയപ്പോൾ സഹായകനായി എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് സ്വർഗത്തിൻ്റെ ജീവൻ്റെ വചനം എൻ്റെ ആദരത്തിൽ തന്ന് കിടന്നുപോയി എന്നെ വീണ്ടും എഴുന്നേൽപ്പിച്ച് 40 രാവും 40 പകലും 40 വർഷവും അല്ല ഇന്നുവരെയും ഓടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അത്യുന്നതൻ്റെ ആലോചനയ്ക്ക് എത്ര പേർ ആത്മാവിൽ സ്തോത്രം ചെയ്യും?